Revelation chapter 22 verses 11 and 12 again. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വായിക്കാം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. He that is unjust, let him be unjust still, and he which is work filthy, let him be filthy still, and he that is righteous, let him be righteous still, and he that is holy, let him be holy still. And behold, I come quickly, and my reward is with me, to give every man according as his work shall be. For those who didn't come yesterday, I will just give a short recap of what was told yesterday. ഇന്നലെ കടന്നു വരുവാൻ കഴിയാത്തവർക്കായി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കമായി ഞാൻ ആവർത്തിക്കാം. As most of you will know, the topic of the Bible studies these days is spiritual war. നിങ്ങളിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്നതുപോലെ ഈ ദിവസങ്ങളിലുള്ള വേദപാഠ ക്ലാസിന്റെ അതിന്റെ പേര് ആത്മീക യുദ്ധം എന്നാണ്. This spiritual war is in two parts. ഈ ആത്മീക യുദ്ധം എന്നുള്ളത് രണ്ട് ഭാഗത്താണ് ഉള്ളത്. One is the personal battles or the trials that we are facing every day. ഒന്ന് നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നാം എതിരിടുന്നതായ ഓരോ പരീക്ഷകളെ കാണിക്കുന്നു. And then at the second level, we collectively, we are all going to get together and fight a big major battle before the coming of the Lord against the forces of darkness. രണ്ടാമതായി നാം എല്ലാവരും ഒന്ന് ചേർന്ന് അന്ധകാര ശക്തികൾക്കെതിരെ ഒന്ന് ചേർന്ന് ഒരു വലിയ യുദ്ധം ചെയ്യുവാൻ പോകുന്നു. Many of us know that Jesus is coming soon. നമ്മിൽ അനേകർക്കും കർത്താവായ യേശു വേഗം വരുന്നു എന്നുള്ളത് അറിയാം. We also know there's a big revival before that. അതിനു മുമ്പ് വലിയൊരു ഉണർവുണ്ടാകുമെന്ന് നമുക്കറിയാം. But we should also know that part of that revival is waging a big war. ആ ഉണർവിന്റെ ഒരു ഭാഗം ഒരു വലിയ യുദ്ധം ചെയ്യുകയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. We extensively saw many verses yesterday to prove that there's such a war before the coming of the Lord. കർത്താവിന്റെ വരവിന് മുമ്പ് അപ്രകാരം ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് കാണിക്കേണ്ടതിന് നാം പല വചനങ്ങൾ വിശദമായി ഇന്നലെ കണ്ടതാണ്. We also saw another important factor, that to participate and qualify for that major battle, for us to be good soldiers of Christ in that major battle that is to come, we have to learn to fight our personal battles well. നമുക്ക് വരുവാനുള്ള വലിയ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യരായി തീരേണ്ടതിന്, ആ യുദ്ധത്തിൽ ക്രിസ്തുവിന്റെ നല്ല പടയാളികളായി യുദ്ധം ചെയ്യേണ്ടതിന് നമ്മുടെ ഇന്നുള്ള ജീവിതത്തിലെ ആ ചെറിയ യുദ്ധങ്ങളിൽ നാം ജയമെടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. Just like a boxer, before he goes into the ring, he uses a punching bag to strengthen his fists. In the same way, our personal battles which we face every day are strengthening us to fight in that big battle. ഒരു ബോക്സിംഗുകാരൻ താൻ യഥാർത്ഥ മത്സരത്തിന് പോകുന്നതിന് മുമ്പായി തന്റെ മുഷ്ടികൾക്ക് ബലം വർദ്ധിപ്പിക്കേണ്ടതിന് താൻ ഒരു വലിയ സഞ്ചിയിൽ ഇടിച്ച് പരിശീലിക്കുന്നത് പോലെ നമുക്കും ആ വലിയ യുദ്ധം ചെയ്യേണ്ടതിന് മുമ്പ് ഒരു അഭ്യസനം ആവശ്യമായിരിക്കുന്നു. But unfortunately, instead of using these battles as a training ground for us to cultivate our spiritual capabilities, we are more bothered about deliverance, or we are trying to have the quick way to come out of these and be free and happy all the time. ദുഃഖകരമായ സത്യം എന്നുള്ളത് നമ്മുടെ ഈ ചെറിയ ചെറിയ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ നമുക്ക് വരുവാനുള്ള വലിയ യുദ്ധത്തിന് നമ്മെ തന്നെ ഒരുക്കേണ്ടതിനുള്ള പരിശീലനമായി കാണുന്നതിന് പകരമായി നാം പലപ്പോഴും ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു വിടുതൽ പുറത്തു വരുന്ന അനുഭവം, വരുവാൻ ആഗ്രഹിക്കുന്ന അനുഭവമാണ് നമുക്കുള്ളത്. So instead of using these trials and battles to grow up, we are only more bothered about being happy and free. We have become pleasure loving people. ഈ യുദ്ധങ്ങൾ മുഖാന്തരം നാം വളർന്നു വരുന്നതിന് പകരമായി എപ്പോഴും നാം ആഗ്രഹിക്കുന്നത് സന്തോഷമായി, സുഖകരമായി, സ്വാതന്ത്ര്യമായി ഇരിക്കണം എന്നുള്ളതാണ്. A second standard student is not bothered about the results that he will get. He is more bothered about the holidays that come after the exams. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ പരീക്ഷയുടെ മാർക്കിനെ കുറിച്ചല്ല താൻ ആവലാതിപ്പെടുന്നത്, അത് കഴിഞ്ഞ് ലഭിക്കുവാൻ പോകുന്ന അവധി ദിനങ്ങളെ കുറിച്ചാണ്. More than the results, the 2 months of summer holidays, that's what makes him happy. ആ പരീക്ഷയുടെ മാർക്കുകൾ വരുന്നതിലുപരിയായി തനിക്ക് 2 മാസക്കാലം അവധിയുണ്ട്, അതാണ് തന്നെ സന്തോഷവാനാക്കുന്നത്. Many of us in our trials, we are like those second standard students. Instead of knowing how we did, how we fared in our exams, in our spiritual trials or battles,
we are only bothered and happy about our deliverance. നമ്മിൽ പലരും ഈ കുട്ടികളെ പോലെയാണ്. നാം നമ്മുടെ പരീക്ഷകളാകുന്ന ആ ചെറിയ ദൈനംദിന പോരാട്ടങ്ങൾ, യുദ്ധങ്ങളിൽ എപ്രകാരം നാം പോരാടി എന്നുള്ളതിനേക്കാൾ ഉപരിയായി അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും നാം കരുതൽ ഉള്ളവരായി കാണപ്പെടുന്നത്. So instead of growing up to face that big battle, we have heaped up a lot of arrears to clear. നാം ആ വലിയ യുദ്ധം അത് നേരിടുവാൻ പരിശീലിക്കുന്നതിന് പകരമായി ഒരു പല കാര്യങ്ങൾ കുന്നുകൂട്ടി വെക്കുകയാണ്. What gave Abraham the boldness to sacrifice his only child that he had? അബ്രഹാമിനുണ്ടായിരുന്ന ഏകജാതനായ പുത്രനെ അവനെ ബലി കഴിക്കുവാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് എന്താണ്? What gave him the faith that God was able to raise up a dead Isaac? മരിച്ച ഒരു ഇസ്ഹാക്കിനെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം തനിക്ക് ലഭിച്ചത് എങ്ങനെയാണ്? It was the faith that was already built up in waiting for that son for 25 years. 25 വർഷക്കാലം ആ പുത്രന് വേണ്ടി കാത്തിരിക്കുന്നതിനാൽ തനിക്കുണ്ടായ തന്നിൽ വളർന്നു വന്ന ആ വിശ്വാസം മൂലമാണത്. So the faith developed in one trial was able to succeed in the next trial. ഒരു പരീക്ഷ മുഖാന്തരം വളർന്നു വന്നതായ വിശ്വാസം അടുത്ത പരീക്ഷയിൽ തന്നെ ജയമെടുക്കുവാൻ പ്രാപ്തനാക്കി. In the same way, every trial that we face is supposed to make us better and better as warriors. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നതായ ഓരോ പരീക്ഷകളും നമ്മെ നല്ല ഭടന്മാരാക്കി മാറ്റണം. So when we fall sick, നാം രോഗിയായി തീരുമ്പോൾ what we have to wait for is not just healing. നാം സൗഖ്യത്തിനായി വേണ്ടി മാത്രമല്ല കാത്തിരിക്കേണ്ടത്. What we have to cultivate in our sickness is a faith that will bring that healing down from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് സൗഖ്യം നമുക്ക് വരുത്തി തരുന്നതായ ഒരു വിശ്വാസം നമ്മിൽ വളർന്നു വരുവാനാണ് നാം ഇടയാക്കേണ്ടത്. You know, Jesus could have died without any stripes on his body. യേശുവിന് തന്റെ ശരീരത്തിൽ അടിപ്പിണരേക്കാതെ തനിക്ക് മരിക്കാമായിരുന്നു. But the reason why he was scourged before he was crucified was only so that we can be free from sickness or be healed of our sicknesses. യേശു മരിക്കുന്നതിന് മുമ്പായി തന്നെ ചാട്ടവാറുകൊണ്ട് അടിച്ചത് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് സൗഖ്യം നൽകേണ്ടതിന് വേണ്ടി മാത്രമാണ്. So it's not even by the Bible in the English translation it says stripes. Stripes means long lines. Those are stripes. It's not even by the nail wounds that we are healed. It's by the stripes that he received before he was crucified that we are healed. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് നേരെയുള്ള അടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ചാട്ടവാറുകൊണ്ടുള്ള അടി ലഭിച്ചത് കൊണ്ടാണ്. ആണി തന്റെ കയ്യിലേറ്റത് കൊണ്ട് മാത്രമല്ല, ചാട്ടവാറുകൊണ്ടുള്ള അടിപ്പിണരേറ്റത് കൊണ്ട് കൂടിയാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. So now where are those stripes? ആ അടിപ്പിണരുകൾ ഇപ്പോൾ എവിടെയാണ്? The Bible says by his stripes ye were healed. വേദപുസ്തകം പറയുന്നത് അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. So how is that how is it that when we were healed, how is it a past tense? അത് വന്നുമിരിക്കുന്നു എന്ന ഭൂതകാലത്തിൽ എപ്രകാരമാണ് അത് പറയുന്നത്? It's like this. അത് ഇപ്രകാരമാണ്. When you get your salary at the end of a month, ഒരു മാസത്തിന്റെ അവസാനം നിങ്ങളുടെ ശമ്പളം ലഭിക്കുമ്പോൾ you don't get it in your hand. അത് നിങ്ങളുടെ കരത്തിൽ ലഭിക്കുന്നില്ല. But when it gets deposited in your account, you say you have your money with you. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പണം ലഭിച്ചു എന്ന് പറയുന്നു. So although it is not in your hand, although you haven't seen it, because it's in your account, you say it's with me. നിങ്ങളുടെ കരത്തിൽ അത് ഇല്ല എങ്കിലും, നിങ്ങൾ അത് കാണുന്നില്ല എങ്കിലും, നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ഉള്ളതുകൊണ്ട് നിങ്ങൾ പറയുന്നു എനിക്കത് ലഭിച്ചു എന്ന്. In the same way as Jesus allowed his body to be torn and allowed stripes to fall on his body, he has made a provision in heaven, opened a bank account in heaven for every human being, so that at any time for any sickness, by faith he can go to that bank and receive that healing. യേശുവിന്റെ ശരീരം കിഴിക്കുവാൻ അവൻ അനുവദിച്ചത് നിമിത്തമായി, തന്റെ ശരീരത്തിൽ അടിപ്പിണരുകൾ അവൻ ഏറ്റത് നിമിത്തമായിട്ട് ഓരോരുത്തർക്കും വേണ്ടി യേശു സ്വർഗരാജ്യത്തിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ പ്രയോജനം ഏത് നിമിഷവും എപ്പോൾ നിങ്ങൾ രോഗികളായി തീരുന്നുവോ അപ്പോൾ അവിടെ ചെന്ന് ആ രോഗസൗഖ്യം നിങ്ങൾക്ക് അവകാശമാക്കുവാൻ കഴിയും. So when we fall sick, നാം രോഗിയായി തീരുമ്പോൾ it's not just enough to run here and there just so that we can get healed. നമുക്ക് സൗഖ്യം ലഭിക്കേണ്ടതിന് അവിടെ ഇവിടെ ഓടി നടന്നത് കൊണ്ട് മാത്രമായില്ല. Healing is only a byproduct. It's only a second product in that trial. ആ സൗഖ്യം എന്നുള്ളത് ആ പരീക്ഷയിൽ നമുക്ക് വരുന്ന അതിന്റെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. But what has to come first because of that trial is faith. എന്നാൽ ആ പരീക്ഷ നിമിത്തം നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ വസ്തു വിശ്വാസമാണ്. So often when we testify after we fall sick,
we only testify about the healing, but we forget the more important part, the faith that we should have cultivated in that sickness. എന്നാൽ നാം രോഗികളായി തീർന്നതിന് ശേഷം പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ നാം സൗഖ്യത്തെക്കുറിച്ച് മാത്രം പറയാറുണ്ട്, എന്നാൽ അതുവഴി ലഭിച്ച വിശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും നാം പറയാറില്ല. So may God give us the grace in all our trials to develop those spiritual capabilities through our trials. നമ്മുടെ ഓരോ പരീക്ഷകളിലും ഓരോ പരീക്ഷകൾ മുഖാന്തരവുമായി ആത്മീകമായ ഗുണഗണങ്ങൾ വളർത്തിയെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. If any one of you is sick today, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ, the Spirit of the Lord spoke to me this morning that when you're going to have your dinner, you pray, bless your food and eat. And the Bible says, I will bless your bread and your water and take away sickness from you. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇപ്രകാരം സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ ഇന്ന് രാത്രി അത്താഴം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം എടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്റെ അപ്പവും വെള്ളത്തെയും ആശീർവദിച്ച് രോഗത്തെ നിന്റെ മധ്യത്തിൽ നിന്ന് നീക്കിക്കളയുമെന്ന്. The food that you eat might be simple food. It might lack the vitamins and the proteins and the nutrients that you need for a balanced diet. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപക്ഷെ സാധാരണ ഭക്ഷണമായിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ സമീകൃത ആഹാരത്തിന് വേണ്ടതായ വൈറ്റമിൻസും പ്രോട്ടീനും ഒന്നും അതിൽ ഉണ്ടായിരിക്കുകയില്ലായിരിക്കാം. But when you pray over your food, it gets an added nutrient which no other food in the world has. എന്നാൽ നിങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള മറ്റൊരു ഭക്ഷണത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേക വസ്തു അതിലേക്ക് ചേർക്കപ്പെടുന്നു. That's called God's blessing. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. So when God's blessing is in that food, whatever sickness you have, it's going to go away. ദൈവത്തിന്റെ അനുഗ്രഹം അതിലുള്ളപ്പോൾ നിങ്ങൾക്കുള്ള രോഗം എന്തുമായിക്കൊള്ളട്ടെ അത് നീങ്ങിപ്പോകും. So today when you have your dinner, you pray over your food, bless it and exercise your faith. Lord, I've blessed this in your name and I know I'm going to be healed. God's going to heal some of you. ഇന്ന് രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതെടുത്ത് പ്രാർത്ഥിച്ച് അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, ഇത് എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളിൽ ചിലർ സൗഖ്യമാകുവാൻ പോകുകയാണ്. Now we will return to the key verse that we saw just now. നാം ഇപ്പോൾ വായിച്ചതായ കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. He that is holy, let him be holy still. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. He that is righteous, let him be righteous still. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. So he that is filthy, let him be even more filthy. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. He that is unjust, let him be even more unjust. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. So just you see, these are two waves of powers or forces that are working in these last days. ഇത് നമുക്ക് ഈ അവസാന നാളുകളിൽ പ്രവർത്തിക്കുന്ന ശക്തിയുടെ രണ്ട് തരംഗങ്ങൾ പോലെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. One is attempting to sweep mankind in one direction from holiness to even more holiness. ഒന്ന് മനുഷ്യനെ വിശുദ്ധിയിൽ നിന്ന് അതിനേക്കാൾ വലിയ വിശുദ്ധിയിലേക്ക് മനുഷ്യനെ ഒഴുക്കിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നു. That's the force of good. അത് നന്മയുടെ ശക്തിയാണ്. There's another force of evil working amongst humans, trying to drive man in the direction of evil, from filthiness to even worse filth. മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ മറ്റൊരു ശക്തിയുണ്ട്. അത് മനുഷ്യനെ തിന്മയിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് വീണ്ടും അശുദ്ധിയിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നു. And as Jesus, the coming of the Lord gets closer and closer, these waves of these two forces are going to work even more powerfully and turn out into a spiritual battle. ഈ കർത്താവിന്റെ വരവ് അടുത്തു വരുന്തോറും ഈ രണ്ട് ശക്തികളും അധികം ശക്തിയോടെ പ്രവർത്തിക്കുകയും അത് അവസാനം ഒരു വലിയ യുദ്ധമായി തീരുകയും ചെയ്യും. Now we are going to see a few things as to how these powers are operating in these last days. ഈ അവസാന നാളുകളിൽ ഈ ശക്തികൾ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. When you turn to Isaiah chapter 60 and read verses 1 and 2. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. Arise, shine, for thy light is come, and the glory of the Lord is risen upon thee. For behold, the darkness shall cover the earth, and gross darkness the people. But the Lord shall arise upon thee, and his glory shall be seen upon thee.
Now many of us know that this darkness and gross darkness mentioned here refers to the tribulation and great tribulation period. ഇവിടെ അന്ധകാരമെന്നും കൂരിരുട്ട് എന്ന് എഴുതിയിരിക്കുന്നതും വരുവാനുള്ളതായ ഉപദ്രവകാലത്തെയും മഹാ ഉപദ്രവകാലത്തെയും കാണിക്കുന്നുവെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും അറിയാമല്ലോ. So these two verses are going to be fulfilled around the coming of the Lord. ഈ രണ്ട് വാക്യങ്ങളും നിറവേറ്റപ്പെടുവാൻ പോകുന്നത് കർത്താവിന്റെ വരവിനോടനുബന്ധിച്ചായിരിക്കും. So on the one side light is going to shine, on the other side darkness is going to engulf the earth. ഒരു വശത്ത് പ്രകാശം ഉദിക്കുമ്പോൾ മറുഭാഗത്ത് കൂരിരുട്ട് ഭൂമിയെ മൂടുന്നു. Now we are going to see this verse in a different angle. ഈ വാക്യത്തെ നമുക്ക് മറ്റൊരു ഭാഗത്ത് നിന്ന് ചിന്തിക്കാം. It says here, darkness will cover the earth and great darkness is going to cover the people. ഇവിടെ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മനുഷ്യരെ മൂടുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. Now we are going to see how this is happening. ഇത് എപ്രകാരം സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാം. So it says in the last days before Jesus comes, darkness is going to cover the earth. അവസാന നാളുകളിൽ യേശു വരുന്നതിന് മുമ്പായി അന്ധകാരം ഭൂമിയെ മൂടുവാൻ പോകുന്നു. Now we already know that there are spirits already on the prowl all over this world. നമുക്ക് ഈ ഭൂലോകം മുഴുവനും ഇപ്പോൾ ആത്മാക്കൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. Evil spirits are at work already. There's darkness already in the earth. ദുഷ്ടാത്മാക്കൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നു, ഇപ്പോൾ തന്നെ അന്ധകാരം വ്യാപരിക്കുന്നു. So what does it mean that the darkness will cover the earth in the last days? അവസാന നാളുകളിൽ അന്ധകാരം ഭൂമിയെ മൂടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? It means evil spirits will start operating in this world in a way which it has not happened before. അതിന്റെ അർത്ഥം ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ ദുഷ്ടശക്തികൾ ദുഷ്ട ആത്മാക്കൾ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. Now we are going to look at our chart now. ഇപ്പോൾ നമ്മുടെ ചാർട്ടിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. For the past 50 years or 60 years, കഴിഞ്ഞ 50-60 വർഷമായി there have been some strange sightings in outer space. ബാഹ്യമായ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് ചില പ്രത്യേക കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. People who look up into the skies are able to see some vehicles that are flying in the skies, round objects that haven't been made by anyone on earth. ആകാശത്തിലേക്ക് വാനത്തിലേക്ക് നോക്കുന്ന പലർക്കും മനുഷ്യൻ നിർമ്മിതമല്ലാത്ത വട്ടത്തിലുള്ള ചില വസ്തുക്കളെ കാണുവാൻ കഴിഞ്ഞിരുന്നു. In the last picture on the right, വലതുവശത്തുള്ള അവസാന പടത്തിൽ അത് കാണാം. you see one such vehicle. അങ്ങനെയുള്ള ഒരു വാഹനം, ഒരു പറക്കും തളിക കാണാം. This is called an unidentified flying object, because no one knows exactly who is driving it, what it is, and so on. ഇതിനെ കൊടുത്തിരിക്കുന്ന പേര് പറക്കും തളിക എന്നാണ്. കാരണം ഇത് ആര് നിർമ്മിച്ചുവെന്നോ ആരാണ് ഇത് പറത്തുന്നതെന്നോ ഒന്നും അറിയുകയില്ല. Now that might be only a picture, അതൊരു പടം മാത്രമായിരിക്കാം. but to the left of it, അതിന്റെ ഇടതുവശത്ത്, this is a photograph taken in the night in America. ഇത് അമേരിക്കയിൽ ഒരു രാത്രികാലം എടുത്തതായ ഒരു ഫോട്ടോയാണ്. You see 4 lights in the sky there. അവിടെ ആകാശത്ത് 4 വെളിച്ചങ്ങൾ കാണുന്നു. They are moving vehicles. അവ ഈ പറക്കും തളികകളാണ്. So this is being happening very frequently in America, in China and in other parts of the world. അമേരിക്കയിലും ചൈനയിലും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമൊക്കെ ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യമായി തീർന്നിരിക്കുന്നു. What are these vehicles? എന്താണ് ഈ വാഹനങ്ങൾ? Now it's increasing so much and becoming so popular that once upon a time this was part of science fiction, but now it's no more a joke. ഒരു കാലത്ത് ഇത് ശാസ്ത്ര സങ്കല്പങ്ങളുടെ ഭാഗമായിരുന്നു. എന്നാൽ ഇത് വർദ്ധിച്ച് അധികരിച്ചു വന്നത് നിമിത്തമായിട്ട് ഇന്നതൊരു തമാശയല്ല, അതൊരു യാഥാർത്ഥ്യമായി കാണുന്നു. Every year there are 4,000 sightings of such UFOs. ഏകദേശം 4000-ഓളം ഇപ്രകാരമുള്ള പറക്കും തളികകൾ ഒരു വർഷം കാണുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. Today NASA is speaking about it. ഇന്ന് നാസ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. The UNO is speaking about it. UNO അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നു. The Royal Society of England is speaking about it. റോയൽ സൊസൈറ്റി ഓഫ് ഇംഗ്ലണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. The Vatican is speaking about it. വത്തിക്കാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. So it's no more a joke. അത് ഇനിയൊരു തമാശയല്ല അത്. So people are watching the skies today. Scientists are watching the skies today, and they have been making many observations about these UFOs. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ
വനനിരീക്ഷണം നടത്തിയിട്ട് ഇപ്രകാരമുള്ള പറക്കും തളികകളെ കുറിച്ച് അനേക നിരീക്ഷണങ്ങൾ അവർ നടത്തുന്നു. Many theories have been made about it. അതിനെക്കുറിച്ച് അനേക സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. But I would like to present some important facts and theories about what is being said about these UFOs. ഈ പറക്കും തളികകളെ കുറിച്ച് പറയപ്പെടുന്ന ചില സത്യങ്ങളും ചില യാഥാർത്ഥ്യങ്ങളും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. Now people claim that there is life on other planets, and people and other beings from other planets are now in these UFOs. They are the ones who are visiting this planet Earth. ചിലർ പറയുന്നത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ട് എന്നും അവിടെയുള്ള ജീവികളാണ് ഈ പറക്കും തളികകളിൽ മനുഷ്യനെ സന്ദർശിക്കുവാൻ വരുന്നത് എന്നുമാണ്. But the truth is, these are not beings on other planets. എന്നാൽ വാസ്തവം ഇത് മറ്റ് ഗ്രഹങ്ങളിലുള്ള ജീവിയൊന്നുമല്ല. They are demons in disguise. They are demons acting as though they are from other planets. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നത് പോലെ അഭിനയിക്കുന്ന പിശാചുക്കളാണ് അവ. Now, if demons come as demons, no one will receive them. ഒരു പിശാചിനെ പിശാചായിട്ട് തന്നെ വന്നാൽ ആരും അവനെ സ്വീകരിക്കുകയില്ല. But if demons come as though they are inhabiting another planet, a race that is advanced in science and technologies, they have an intelligence whereby they can solve the problems of this world, then people will welcome them. എന്നാൽ പിശാചുകൾ മറ്റ് ഗ്രഹത്തിൽ വസിക്കുന്ന ജീവികളുടെ രൂപം എടുത്തിട്ട് മനുഷ്യരെക്കാൾ വളരെ ശാസ്ത്രീയമായി പുരോഗതി പ്രാപിച്ചവരായിട്ട് അവരുടെ ശാസ്ത്രീയ പുരോഗതി കൊണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും മനുഷ്യർ അവരെ സ്വീകരിക്കും. So when you see problems being increasing in this world, ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ, and people around will see there seems to be no solution, it's getting endless. ഇതിന് അവസാനമില്ല, പരിഹാരമില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് വളർന്നു വരുന്നത് മനുഷ്യർ കാണുമ്പോൾ, when they see there are other sources of intelligence which can solve these world's problems, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്ന ജ്ഞാനത്തെ അവർ കാണുമ്പോൾ, then they will try to reach out to them to get their help so that these world's problems can be solved. ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി ആ മനുഷ്യർ അവരുടെ സഹായം തേടും. So now the people in this world are trying to contact these extraterrestrials, people from other planets apart from this earth, and are trying to establish contact with them. ഇപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യർ ഭൂമിക്ക് വെളിയിൽ മറ്റ് ഗ്രഹങ്ങളിൽ വസിക്കുന്നതായി കരുതപ്പെടുന്ന ഇപ്രകാരമുള്ള ജീവികളോട് ഒരു സമ്പർക്കം പുലർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Scientists and other people who are doing research on this are not able to exactly say what's happening, but they know that strange things are happening all over this world. ഈ വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർക്കും മറ്റുള്ളവർക്കും എന്താണ് വാസ്തവമായി സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി പറയുവാൻ കഴിയുന്നില്ല എങ്കിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതോ ചില അപരിചിതമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Recently many people have been kidnapped or abducted from this world. They just disappear out of sight. അല്പകാലം മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് ചില മനുഷ്യരെ തട്ടിക്കൊണ്ടു പോകുന്നത് പോലെ അവർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായി തീരുവാനിടയായി. So people are suspecting that these aliens from outer space are kidnapping human beings for particular reasons. മനുഷ്യർ സംശയിക്കുന്നത് അന്യഗ്രഹ ജീവികൾ അവർ മനുഷ്യരെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് തട്ടിയെടുത്തു എന്നാണ്. Those reasons are too bizarre for me to present them in a public place like this. I cannot say that in public, the reasons. അതിന്റെ കാരണങ്ങൾ പൊതുവിൽ പറയുവാൻ കഴിയുന്നതല്ല. But they are being, human beings are suddenly disappearing from this world. എന്നാൽ മനുഷ്യർ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായി തീരുന്നു. Some of them have returned to earth and they are narrating experiences with these other beings. അവരിൽ ചിലർ ഭൂമിയിലേക്ക് തിരികെ വരികയും ഈ അന്യഗ്രഹ ജീവികളോടുള്ള അവരുടെ സമ്പർക്കത്തെക്കുറിച്ച് അവർ പറയുകയും ചെയ്തു. And when they are asked, how do we know that you have really gone through this experience, you may be lying to us. അപ്പോൾ മനുഷ്യർ അവരോട് ചോദിച്ചു, നിങ്ങൾ ഒരു പക്ഷേ കള്ളം പറയുന്നതാണെങ്കിലോ വാസ്തവമായി ഇതിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ എപ്രകാരമാണ് അറിയുക? Then they would say, operate my leg. അപ്പോൾ അവർ പറഞ്ഞു, എന്റെ കാലൊന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കുക. And when they operated, they have found electronic implants made of nanotechnology with such precision and with such advanced scientific technology that has not been invented in the world as yet.
അവരുടെ കാൽ അവർ ഓപ്പറേഷൻ ചെയ്ത് നോക്കിയപ്പോൾ ലോകത്തിൽ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത അത്ര നൂതനമായിട്ടുള്ള നാനോ ടെക്നോളജിയുള്ള ചിപ്പുകൾ അവരുടെ കാലിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. This has not been made anywhere in the world. The metal that is used is nowhere in this world. It is an out of this world metal. അതിന് ഉപയോഗിച്ചിരുന്ന ലോഹം ഈ ഭൂമിയിൽ ഒരിടത്തും ഉള്ളതല്ല, ഭൂമിക്ക് പുറത്ത് എവിടെ നിന്നോ ഉള്ളതായിരുന്നു. So why are they being kidnapped? എന്തുകൊണ്ടാണ് ഇവരെ തട്ടിയെടുത്തത്? One theory is that one group of people in this world who have established contact with these aliens have cut themselves off from the rest of this world. They are hiding either in this world somewhere or they have gone to the moon and settled there. ഇതിനെക്കുറിച്ച് പറയുന്നതായ ഒരു സിദ്ധാന്തം, അന്യഗ്രഹ ജീവികളുമായിട്ട് ഭൂമിയിൽ നിന്ന് സമ്പർക്കം പുലർത്തുവാൻ സാധിച്ച ഒരു കൂട്ടർ അവർ മറ്റു മനുഷ്യരിൽ നിന്ന് അവരെ തന്നെ വേർപെടുത്തിയിട്ട് ഒന്നെങ്കിൽ ഭൂമിയിൽ തന്നെ അവർ മറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് പോയി എന്ന് പറയുന്നു. In the year 1945, 1945 5 aeroplanes were flying over an area in the Pacific Ocean called the Bermuda Triangle. ശാന്തസമുദ്രത്തിലുള്ള ബെർമുഡ ട്രയാങ്കിൾ എന്ന പേരുള്ള ഒരു ഭാഗത്തുകൂടെ 5 വിമാനങ്ങൾ ഒന്നിച്ചു പറന്നു പോകുകയായിരുന്നു. Suddenly all 5 of them disappeared with 27 passengers in them. പെട്ടെന്ന് ഈ 5 വിമാനങ്ങളും അതിൽ 27 യാത്രക്കാരുണ്ടായിരുന്നു, അവരോട് ചേർന്ന് ഇത് അപ്രത്യക്ഷമായി. From 1945, since the disappearance till today, with all the advanced technology that this world has, they have not been able to find any trace of any of those planes or even those people. അന്ന് 1945 മുതൽ ഇന്ന് വരെ മനുഷ്യന്റെ സകല സാങ്കേതിക ജ്ഞാനവും ഉപയോഗിച്ച് മനുഷ്യൻ പരിശോധിച്ചിട്ടും ആ മനുഷ്യരുടെയോ വിമാനത്തിന്റെയോ ഒരു യാതൊരു അംശവും അവർക്ക് ഇതുവരെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. One of those 27 people in their homes, a telegram came. ആ 27 മനുഷ്യരിൽ ഒരാളുടെ വീട്ടിൽ ഒരു ടെലഗ്രാം ഒരു ദിവസം വന്നു. I am alive. ഞാൻ ജീവിച്ചിരിക്കുന്നു. That means they are not killed. അതിന്റെ അർത്ഥം അവർ മരിച്ചിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല. They didn't fall into the sea and die. അവര് കടലിൽ വീണ് മരിച്ചിട്ടില്ല. If the planes had crashed into the sea, they should have been dead by now. വിമാനങ്ങൾ തകർന്നിരുന്നെങ്കിൽ അവർ കടലിൽ വീണ തീർച്ചയായിട്ടും മരിച്ചിരുന്നേനെ. Where did they go? അവരെവിടെ പോയി? Nobody knows. ആർക്കും അറിയുകയില്ല. People like this are disappearing all the time. ഇങ്ങനെ മനുഷ്യർ അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുന്നു. So one suggestion that some researchers are doing, ചില ഗവേഷകർ തന്നിരിക്കുന്ന ഒരു ഉത്തരം, I told you the name of this vehicle is called UFO, unidentified flying object. ഈ വാഹനങ്ങളുടെ പേര് തിരിച്ചറിയാൻ കഴിയാത്ത പറക്കുന്ന ഉപകരണം അല്ലെങ്കിൽ പറക്കം തളികയാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. Today there is a study called ufology. That means the study of UFOs. There's a subject like that. ഇന്ന് ഇതിനെക്കുറിച്ച് ഒരു വിഷയം തന്നെ ഉണ്ട്. So people are doing research on that. ഇപ്രകാരമുള്ള കാര്യത്തെക്കുറിച്ച് മനുഷ്യർ ഗവേഷണം നടത്തുന്നു. So those who are doing research are saying that there is a small group of people in the world who were human beings. They have now separated themselves from the rest of this world, contacted these aliens, and they have grown advanced in science and in technology more than the rest of this world. They are the ones who have invented these spaceships and those chips that are implanted in humans. ആ ഗവേഷണം നടത്തുന്നവരിൽ ചിലർ പറയുന്നത് ഭൂമിയിലുള്ള ഒരു കൂട്ടം മനുഷ്യർ ഈ അന്യഗ്രഹ ജീവികളുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ട് അവർ മറ്റു മനുഷ്യരിൽ നിന്ന് തങ്ങളെ തന്നെ അവർ മറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ അവരുടെ ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ട് അവരാണ് ഇപ്രകാരമുള്ള പറക്കും തളിക പോലുള്ള വാഹനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതും അവരാണ് ഇപ്രകാരമുള്ള ചിപ്പ് കാലിൽ വെച്ചതും എന്ന് ആണ് ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത്. Where they are hiding, nobody knows as yet. അവരെവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും അറിയുകയില്ല. They may be hiding underground. അവർ ഒരുപക്ഷേ ഭൂമിക്കടിയിലായിരിക്കാം. They may be hiding underwater because those planes disappeared when they were over the sea. ഒരുപക്ഷേ അവ വെള്ളത്തിനടിയിലായിരിക്കാം. കാരണം ആ പറക്കം തളികകൾ വെള്ളത്തിന് മുകളിൽ കടലിന് മുകളിലാണ് അപ്രത്യക്ഷമായത്. Some years ago I read a testimony. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സാക്ഷ്യം വായിച്ചു. Some of you may have read it also. It's a testimony of a man from Africa. His name was Emmanuel Ene. നിങ്ങളും ചിലർ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടായിരിക്കാം. താൻ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ്. തന്റെ പേര് ഇമ്മാനുവൽ. It's a big testimony, but I will make it short. അതൊരു വലിയ സാക്ഷ്യമാണ്. ഞാനത് ചുരുക്കമായി പറയാം. In part of his testimony, he says that he received magical powers to go underwater and remain many days underwater. തന്റെ സാക്ഷ്യത്തിന് ഇടയിൽ ഇപ്രകാരം താൻ പറയുന്നുണ്ട്,
വെള്ളത്തിനടിയിൽ പോയി അനേക ദിവസങ്ങൾ അവിടെ താമസിക്കുവാൻ തക്കവണ്ണമുള്ള മന്ത്രവാദ ശക്തി താൻ പ്രാപിച്ചിരുന്നു എന്ന്. And he was taken underwater for the first time, and he went in under the sea. He said there were huge buildings, and there were factories, and there were computers, and there were television sets, and there was research going on underneath there. താൻ ആദ്യമായി വെള്ളത്തിനടിയിലേക്ക് പോയ സമയത്ത് വെള്ളത്തിന്റെ അടിയിൽ, കടലിനടിയിൽ വലിയ കെട്ടിടങ്ങളും ഫാക്ടറികളും കമ്പ്യൂട്ടറുകളും ടെലിവിഷൻ സെറ്റുകളും ഒക്കെ താൻ കാണുവാനിടയായി. Then when I read that testimony, a question came: how can there be computer and TV sets and buildings underwater? How can there were many human beings there also, it seems, doing research? ആ സാക്ഷ്യം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു സംശയം വന്നു. എപ്രകാരം കടലിനടിയിൽ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളും കമ്പ്യൂട്ടറുകളും TV സെറ്റുകളും ഒക്കെ കാണുന്നു? അവിടെ മനുഷ്യരുണ്ട്, അവർ പല ഗവേഷണങ്ങൾ നടത്തുന്നു എന്നാണ് താൻ പറഞ്ഞത്. But when I read all this information here, I'm wondering if that is indeed true. ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ വായിച്ചത് സത്യമാണോ എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു. Some of them who are doing research are saying that these human beings who have contacted these aliens are from other planets and have cut themselves of this world, have made these space vehicles, and they have now in these space vehicles gone and settled either in the planet Mars or on the moon. ഈ ഗവേഷണം നടത്തുന്ന ചിലർ ഇപ്രകാരമുള്ള മനുഷ്യരെ കുറിച്ച് പറഞ്ഞത്, അന്ന് കടലിനടിയിൽ ഗവേഷണം നടത്തിയവരാണ് ഇപ്രകാരമുള്ള പറക്കും തളികകൾ നിർമ്മിച്ചതെന്നും ആ മനുഷ്യർ ഒരുപക്ഷെ അവ സൃഷ്ടിച്ചിട്ട് ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വായിലോ പോയിട്ടുണ്ടായിരിക്കാം എന്നുമാണ് ഗവേഷകർ പറയുന്നത്. In the year 2009, 2009 ആണ്ടിൽ NASA sent a rocket and bombed the moon. നാസ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ച് ചന്ദ്രനിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തുകയുണ്ടായി. Who is there on the moon? Why should they bomb the moon? ചന്ദ്രനിൽ ആരാണുള്ളത്? എന്തിനാണ് അവർ അവിടെ ബോംബ് സ്ഫോടനം നടത്തിയത്? So when they were asked that question, they said we were trying to find out if there's ice on the moon. അവർ ആ ചോദ്യം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ചന്ദ്രനിൽ ഐസ് ഉണ്ടോ എന്ന് പരീക്ഷിക്കുവാനാണ് ഞങ്ങൾ അത് ചെയ്തത് എന്നാണ്. Then those who are doing research saying that's too stupid an excuse for them to send a rocket and bomb the moon. There's something else behind this. ഗവേഷണം നടത്തുന്ന ചിലർ പറയുന്നത്, ഈ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ച് അവിടെ ബോംബ് പൊട്ടിക്കുവാൻ മാത്രം അത്ര വലിയ വിഡ്ഢികളാണോ അവർ? അതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമെന്നാണ്. So people are confused about what's happening, but something strange is happening all over this world these days. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനുഷ്യർ സംശയാലുക്കളായിരിക്കുന്നു. എന്നാൽ എന്തോ ചില അപരിചിതമായ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. But we as the children of God, we know a little bit what is happening. നാം ദൈവമക്കളാകുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അല്പമൊക്കെ നമുക്കും അറിയാം. Darkness is covering the earth. അന്ധകാരം ഭൂമിയെ മൂടുന്നു. So darkness is going to come and cover the earth very soon. ഈ ഭൂമിയെ അന്ധകാരം അതിവേഗത്തിൽ മൂടുവാൻ പോകുന്നു. Now when you turn to Revelation chapter 12, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ we read about Satan being cast into the earth. സാത്താനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നതിനെ കുറിച്ച് അവിടെ വായിക്കുന്നു. Read verse 9. 9-ാം വാക്യം വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. And the great dragon was cast out, that old serpent called the devil and Satan, which deceiveth the whole world. He was cast out into the earth, and his angels were cast out with him. Now in English, it's not said he was cast into the earth. It said he was cast out into the earth. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അവനെ പുറത്തേക്ക് തള്ളി ഭൂമിയിലേക്ക് കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. So that means he is inside somewhere now, and he is going to be cast out of that inside and into the earth. അതിനർത്ഥം താൻ ഇപ്പോൾ എവിടെയോ അകത്താണ് ഇരിക്കുന്നത്, ആ അകത്ത് നിന്ന് തന്നെ പുറത്തേക്ക് തള്ളി ഭൂമിയിലേക്ക് കളയുവാൻ പോകുന്നു. Now Satan is called the god of this world. സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭു അല്ലെങ്കിൽ ദൈവം എന്നാണ് അറിയപ്പെടുന്നത്. So he is ruling this world. താനാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. And he is ruling the darkness in this world. താൻ ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളെ ഭരിക്കുന്നു. So already he is there in spirit form. ആത്മാവായി ഇപ്പോൾ തന്നെ താൻ ഭൂമിയിലുണ്ട്. Then why is it written in the Bible that he is going to be cast out into the earth after Jesus comes? പിന്നെ എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശു വന്നതിന് ശേഷം അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുമെന്ന്? Which means he is going to be in this earth in a certain form that he is not now in now. അതിനർത്ഥം ഇന്ന് താൻ ഭൂമിയിൽ ഇല്ലാത്ത അവസ്ഥയിൽ താൻ അന്ന് ഭൂമിയിൽ കാണപ്പെടും എന്നാണ്. So it is possible that when these demons are pretending to be aliens
when they come down to rule this earth, they might walk like human beings or like other beings from other planets. They might have a shape and a form. ഒരുപക്ഷെ അതുകൊണ്ട് അന്യഗ്രഹ ജീവികളെ പോലെ നടിക്കുന്നതായ പിശാചുക്കൾ അവർ ഭൂമിയെ ഭരിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മനുഷ്യരെ പോലെയുള്ള രൂപമെടുത്ത് മനുഷ്യരെ പോലെ നടക്കുന്നവരായി വന്നേക്കാം. So that's the meaning. Darkness is going to cover the earth. അതാണ് അന്ധകാരം ഭൂമിയെ മൂടുന്നു എന്നുള്ളതിന്റെ അർത്ഥം. Now we can see spirits entering into people and possessing them, but in those days it is likely that we can see spirits walking. ഇന്ന് പിശാചുക്കൾ മനുഷ്യരുടെ ഉള്ളിൽ കടന്ന് മനുഷ്യരെ ബന്ധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അന്ന് പിശാചുക്കൾ നടക്കുന്നത് നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയും. So that's the meaning of darkness going to cover the earth. അതാണ് അന്ധകാരം ഭൂമിയെ മൂടുവാൻ പോകുന്നു എന്നതിന്റെ അർത്ഥം. So these terrible things are happening these days. ഇന്ന് ഈ ഭയാനകമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. In fact, we are going to see a little later how many of the leaders of this world are having contact with these beings. അല്പം കഴിഞ്ഞ് ഈ ഭൂമിയിലെ നേതാക്കന്മാരിൽ പലർക്കും ഈ ജീവികളുമായി എപ്രകാരമുള്ള ബന്ധമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാം. Now this is one part of this verse. Isaiah 62, darkness shall cover the earth. This is one part now. യെശയ്യാ പ്രവചനം 60:2 അന്ധകാരം ഭൂമിയെ മൂടുന്നു എന്നുള്ള വാക്യത്തിന്റെ ഒരു ഭാഗം ഇതാണ്. Read Daniel chapter 2 verse 43. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം വായിക്കാം. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും. Enough. And whereas thou sawest iron mixed with miry clay, they shall mingle themselves with the seed of men. Now here is a possible clue about what's going to happen. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സാഹചര്യ തെളിവ് നമുക്ക് ഇവിടെ കാണാം. Just think about this verse. ഈ വാക്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. It's written, they shall mingle with the seed of men. അവിടെ എഴുതിയിരിക്കുന്നത് അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരും എന്നാണ്. Who is they? ആരാണ് അവർ? They shall mingle with the seed of men. അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരും. So that means they must be someone who's not of the seed of men. അതിന്റെ അർത്ഥം അവർ മനുഷ്യകുലത്തിൽ നിന്നുള്ളവരല്ല അവർ എന്നവിടെ പറഞ്ഞിരിക്കുന്നവർ. So they who are not of the seed of men are going to mingle with the seed of men. മനുഷ്യ ബീജത്താൽ ഉള്ളവരല്ലാത്ത ആരോ ചിലർ മനുഷ്യ ബീജത്താൽ തമ്മിൽ കൂടിക്കലരുവാൻ പോകുന്നു. Now remember, this is a verse about the dream that Nebuchadnezzar saw. നെബൂഖദ്നേസർ കണ്ടതായ സ്വപ്നത്തെ കുറിച്ചുള്ള ഒരു വാക്യമാണിത്. About various empires that ruled throughout history. ചരിത്രത്തിൽ ഇന്നുവരെയും ഭരിച്ചതായ പല രാജാക്കന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ. And this is what's happening at the final stage where the foot of the image is. ഇത് അവസാന നാളുകളിൽ സംഭവിക്കുന്നതാണ്. തന്റെ പ്രതിമയുടെ രൂപത്തിന്റെ പാദത്തിലുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. That's what's going to happen in the last days that we read about just now. അവസാന നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്നതിനെ കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. So it means some people or some beings that are not of the seed of men are going to mingle with men. അതിന്റെ അർത്ഥം മനുഷ്യ ബീജത്താൽ ഉള്ളവരല്ലാത്ത ആരോ ചിലർ മനുഷ്യ ബീജത്താൽ ഉള്ളവരുമായി ചേർന്ന് ഇടകലരുവാൻ പോകുകയാണ്. Keeping this in mind, we are going to the second part of that verse. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അതേ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. It's written that not only shall darkness cover the earth, gross darkness is going to cover the people. അന്ധകാരം ഭൂമിയെ മൂടുമെന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, കൂരിരുട്ട് ജാതികളെ മൂടുമെന്ന് എഴുതിയിരിക്കുന്നു. So it's not just darkness cover the planet earth, there's another darkness going to cover the people of the earth also. ഭൂമി എന്നുള്ള ഗ്രഹത്തെ മൂടുവാൻ പോകുന്ന അന്ധകാരം മാത്രമല്ല, മനുഷ്യരെ കൂടി മൂടുന്നതായ ഒരു കൂരിരുട്ടിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? A great deception is going to come and people are going to believe big lies. ഒരു വലിയ വഞ്ചന നടക്കുവാൻ പോകുന്നു. മനുഷ്യർ വലിയ ഭോഷ്ക് വിശ്വസിക്കുവാൻ പോകുന്നു. When Jesus was asked about the last days when he was on earth, യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്നോട് അവസാന നാളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ, when you turn to Luke chapter 21, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം, the disciples asked him, Lord, when shall the end of the world be? When will all this happen? ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ലോകാവസാനത്തിനും ഇതെല്ലാം സംഭവിക്കുന്നതിനും ലക്ഷണം എന്താണ്? Read verse 7 and 8. 7-8 വാക്യങ്ങൾ വായിക്കാം. ഗുരു, അത് എപ്പോൾ ഉണ്ടാകും? അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. Enough.
And they asked him, saying, Master, but when shall these things be? And what sign will be there when these things shall come to pass? And he said, Take heed that he be not deceived. So, in the beginning of a huge sermon that Jesus was saying about the last times, his opening statement is, take heed, don't be deceived. അവസാന നാളുകളെക്കുറിച്ചുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് യേശു പറയുന്ന ആ വലിയ പ്രസംഗത്തിന് മുമ്പ് ആമുഖമായി ആദ്യം പറയുന്ന വാക്ക് ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ്. So the meaning is a great deception is set to deceive common people. Everybody in the world is going to buy that deception as though it is the truth. അതിനർത്ഥം ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും വഞ്ചിക്കുവാനുള്ള ഏതോ വലിയൊരു വ്യാജം വഞ്ചന വരുവാൻ പോകുന്നു. അത് അവരെല്ലാം സത്യം എന്ന പോലെ വിശ്വസിക്കും എന്നാണ് അതിന്റെ അർത്ഥം. So many lies are spreading in this world today and people are believing it. ഇന്ന് അനേക ഭോഷ്ക് ലോകത്തിൽ പരക്കുന്നുണ്ട്, മനുഷ്യർ അത് വിശ്വസിക്കുന്നുമുണ്ട്. Now we are going to see how different ways people are being deceived. ഇന്ന് മനുഷ്യർ എപ്രകാരമാണ് വഞ്ചിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. How is this darkness going to cover the minds of people? എപ്രകാരമാണ് ഈ കൂരിരുട്ട് മനുഷ്യരുടെ മനസ്സിനെ മൂടുവാൻ പോകുന്നത്? Today, in so many places, meditation is increasing. ഇന്ന് അനേക സ്ഥലത്ത് യോഗാഭ്യാസം നടക്കുന്നതായി നമുക്ക് കാണാം. Meditation. യോഗ ധ്യാനം നടക്കുന്ന കാണുവാൻ കഴിയും. So in schools, in colleges, in institutions, in factories, in workplaces, it's becoming more and more popular these days. സ്കൂളുകളില്, കോളേജുകളില്, ഫാക്ടറികളില്, സ്ഥാപനങ്ങളിലൊക്കെ അത് വളരെ ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Meditation and certain exercises. ധ്യാനവും ചില എക്സസൈസുകളും. Now, their claim is by doing this meditation and exercises, you will increase your health, you will have stress release, and you will have concentration and so on. ഈ ഇപ്രകാരമുള്ള ധ്യാനം ചെയ്യുന്നതും ഈ എക്സസൈസ് ചെയ്യുന്നത് നിമിത്തമായിട്ട് അവർ പറയുന്നത് നമ്മുടെ മനുഷ്യർക്ക് കൂടുതൽ ഏകാഗ്രത കിട്ടും, അവരുടെ മനസ്സിലുള്ള സംഘർഷമെല്ലാം കുറഞ്ഞു കിട്ടും എന്നൊക്കെയാണ്. But that's what they say in front. അത് അവർ മുമ്പിൽ പറയുന്ന അല്ലെ ആമുഖമായി പറയുന്നതാണ്. As they go one step further into that depth of that meditation, ആ ധ്യാനത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ there is a philosophy behind it. അതിന് പുറകിൽ ഒരു തത്വജ്ഞാനമുണ്ട്. What they say is there is a very what is called a superconscious mind, a universal consciousness that's present in the universe. അവർ പറയുന്നത് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ അതീവ ശ്രദ്ധയുള്ള ഒരു പ്രത്യേക മനസ്സുണ്ട് എന്നാണ് പറയുന്നത്. Like we all have minds, there's another mind, a big mind existing in the universe. നമുക്കെല്ലാം ഒരു മനസ്സുണ്ട്, അപ്രകാരം തന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരു വലിയ മനസ്സുണ്ട്. That mind is an intelligent mind. ആ മനസ്സിന് വളരെ ബുദ്ധിയുള്ള ഒരു മനസ്സാണ്. It's a very powerful mind. അതിന് വളരെ ശക്തിയുള്ള ഒരു മനസ്സാണ്. So now through this meditation we can make contact with that mind. ഈ ധ്യാന നിമിത്തമായിട്ട് ആ മനസ്സുമായിട്ട് മനുഷ്യന് സമ്പർക്കം പുലർത്താൻ കഴിയും. So what happens in meditation? Our thoughts become energy, they say. അവർ പറയുന്നത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ഊർജമായി മാറ്റപ്പെടുന്നു. So that energy will go and touch and contact that superconscious mind which has so much energy. ആ ഊർജം കടന്നുപോയി അതീവ ശ്രദ്ധയുള്ള മനസ്സിൽ അധികം ഊർജമുള്ള അതിനെ പോയി തൊടുന്നു. So when we establish contact with that superconscious mind, what will happen is we will gain powers from that mind. What we want, we can get from that mind. അതീവ ബോധമുള്ള ആ മനസ്സുമായിട്ടൊരു സമ്പർക്കം വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. Then we will realize who we are actually. അപ്പോൾ നാം ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So man will attain what is called higher self. മനുഷ്യൻ താന് ഉയർത്തപ്പെട്ട സ്വയമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. That means we really know who we are. We attain a higher self. നാം ആരാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ട് ഉയർത്തപ്പെട്ട സ്വയമുള്ള ഒരു അവസ്ഥയിൽ മനുഷ്യനെത്തും. So through a series of meditation sessions, when we establish a contact with that superconscious mind, we attain a higher self till finally God and we are one. Or in other words, we become God. ആ ധ്യാനത്തിന്റെ അപ്രകാരമുള്ള ഒരു പരമ്പരയ്ക്ക് ശേഷം ആ അതീവ ബോധമുള്ള മനസ്സുമായിട്ട് നമുക്കൊരു സമ്പർക്കം വരികയും ആ അതീവ ബോധമുള്ള മനസ്സുമായിട്ടൊരു ബന്ധം വരികയും നാം ആരാണ് എന്ന് മനസ്സിലാക്കി നാം ദൈവത്തോട് തുല്യരാവുകയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം ദൈവമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. Now that seems to have a lot of biblical truth in it.
വേദപുസ്തകത്തിൽ അതിൽ ചില സത്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. We also believe in a big mind who is God. നമുക്കും ഒരു വലിയ ബോധമുള്ള വലിയ മനസ്സുള്ള ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം. The Bible also says that when he shall appear we shall be like him. We are also becoming transformed to be like God. വേദപുസ്തകം പറയുന്നത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും എന്ന് പറയുന്നു. നമുക്കതറിയാം. But the methods by which both these are done are different. എന്നാൽ ഇത് രണ്ടും ചെയ്യുന്ന വഴികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. The meditation method is realize who you are. You're not an ordinary person. You're a big man. You're equal to God. When you realize that, you become God. ധ്യാനത്തിന്റെ വഴി എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ദൈവത്തിന് തുല്യനാണ് അല്ലെങ്കിൽ നിങ്ങൾ ദൈവമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ്. But what does the Bible say? എന്നാൽ വേദപുസ്തകം പറയുന്നത് എന്താണ്? If you want to become like God, നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകണമെങ്കിൽ he must increase, you must decrease. അവൻ വളരണം, ഞാനോ കുറയണം. So it's not by becoming higher in yourself, it's by surrendering. നിങ്ങളുടെ സ്വയം ഉയർത്തപ്പെടുന്നത് നിമിത്തമല്ല, നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നിമിത്തമായിട്ടാണ്. So first of all, man must realize he cannot. ഒന്നാമത് തനിക്ക് സാധിക്കുകയില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. Man must first realize he's fallen and that he's a failure. മനുഷ്യൻ വീണുപോയവനാണ്, താൻ ഒരു പരാജയമാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. That's what the Bible says. അതാണ് വേദപുസ്തകം പറയുന്നത്. Now what do these classes say? എന്നാൽ ഈ ക്ലാസുകൾ പറയുന്നത്, They say no, you don't have to do all that. You just realize whoever you are. You just call out to that mind, whatever it is, whatever name you give it, never mind, you will realize slowly who you are. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. ആ മനസ്സുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക, അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തുകൊള്ളുക. നിങ്ങൾക്ക് അങ്ങനെ ദൈവമായി മാറ്റപ്പെടുവാൻ കഴിയും. Slowly your knowledge will increase to realize that you are God. പതുക്കെ നിങ്ങളുടെ ജ്ഞാനം വർദ്ധിച്ചിട്ട് നിങ്ങൾ ദൈവമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Do you know someone said this in the Bible also? ഇത് വേദപുസ്തകത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Genesis chapter 3. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ and read verse 4 and 5. 4-5 വാക്യങ്ങൾ വായിക്കാം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. And the serpent said unto the woman, Ye shall not surely die, for God that know that in that day ye eat thereof, then your eyes shall be opened, and ye shall be as gods, knowing good and evil. So what does this say? Your eyes will be opened. ഇവിടെ വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറക്കും. That's an eye in the mind. അത് മനസ്സിലുള്ള കണ്ണാണ്. That's called knowledge. അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. And when you get that knowledge, you will realize that you are God. ആ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ദൈവമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. Exactly what the Bible says the serpent said, this new philosophy is saying. വേദപുസ്തകത്തിൽ സർപ്പം എന്ത് പറഞ്ഞുവോ അത് തന്നെയാണ് ഈ പുതിയ തത്വജ്ഞാനവും പറയുന്നത്. So what is happening now? So much of meditation is going on everywhere. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ വളരെയധികം ധ്യാനങ്ങൾ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. So when they meditate and they think they are going to be gods, did Adam and Eve become gods when that eye was opened? അവർ ചിന്തിച്ചതുപോലെ ധ്യാനിച്ചിട്ട് ദൈവത്തെ പോലെ ദൈവമാകുവാമെന്ന് കഴിയുമെന്ന് ചിന്തിക്കുന്നു. എന്നാൽ ആദാമും ഹവ്വായും അവരുടെ മനസ്സിലുള്ള കണ്ണ് തുറന്നപ്പോൾ അവർ ദൈവമായി തീർന്നുവോ? They saw that they were naked and they became slaves to the very one who tempted them and offered that God-like situation. അവർ നഗ്നരെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവരെ വഞ്ചിച്ച് ദൈവത്തെ പോലെ ആക്കാമെന്ന് വാഗ്ദാനം ചെയ്ത അതേ പാമ്പിന്റെ അടിമകളായി അവർ തീർന്നു. This is what's going to happen to the entire world. അത് തന്നെയാണ് മുഴു ലോകത്തിലും സംഭവിക്കുവാൻ പോകുന്നത്. This is called mind control. ഇതാണ് മനസ്സിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. So in various ways the devil is now seeking to control the minds of the masses. ഇന്ന് വിവിധ തലത്തിൽ പിശാച് ജനക്കൂട്ടങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നു. So when they say that this superconscious mind in the universe has a lot of power which we can harness, ഈ പ്രപഞ്ചത്തിലുള്ള അതീവ ബോധമുള്ള മനസ്സിനെ കുറിച്ച് അതിൽ നിന്ന് അനേക ശക്തി നമുക്ക് പ്രാപിക്കുവാൻ കഴിയുമെന്ന് അവർ പറയുമ്പോൾ the Bible also agrees to this. വേദപുസ്തകം അതിനോട് യോജിക്കുന്നുണ്ട്. Read Ephesians chapter 2 verse 2. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കാം. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും
അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. Wherein in time past ye walked according to the course of this world, according to the prince of the power of the air, the spirit that now walketh in the children of disobedience. So here we read of air or space or this universe. ഇവിടെ ആകാശത്തെക്കുറിച്ച് നാം വായിക്കുന്നു. So in this air there is a power, this Bible says. വേദപുസ്തകം പറയുന്നത് ആകാശത്തിൽ ഒരു അധികാരമുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. And behind that power there is a prince. ആ ശക്തിയുടെ അധികാരത്തിന്റെ പുറകിൽ ഒരു അധിപതിയുണ്ട്. So that's what this verse says. അതാണ് ഈ വാക്യം പറയുന്നത്. Now through these meditation classes people are trying to contact that power. ആ ഈ ധ്യാനത്തിന്റെ ക്ലാസുകൾ മുഖാന്തരമായി മനുഷ്യർ ആ ശക്തിയുള്ളവനെ ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നു. Now in Chennai I recently met a Pentecostal boy. ചെന്നൈയിൽ അല്പകാലം മുമ്പ് ഒരു പെന്തക്കോസ്ത് യുവാവിനെ ഞാൻ കാണുകയുണ്ടായി. He for 10th 11th and 12th students this was compulsory for the meditation. 10ഉം 11ഉം 12ലും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ധ്യാനം എന്നുള്ളത് നിർബന്ധമാണ്. So every week, twice a week they have these classes. രണ്ടാഴ്ചയിൽ ഒരിക്കൽ അവർക്ക് ഇങ്ങനെയുള്ള ക്ലാസുകളുണ്ട്. And it's increasing everywhere. അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. So they are supposed to close their eyes and sit in a certain posture. അവരവരുടെ കണ്ണുകൾ അടച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ അവരെ ഇരുത്തുന്നു. And then through the microphone, through the speakers, you'll have music coming in. സ്പീക്കറുകളിൽ കൂടി സംഗീതം വരുന്നത് കേൾക്കാം. And then certain announcements will be made to which they should listen. അവർ ശ്രദ്ധിക്കേണ്ടതായ ചില അറിയിപ്പുകൾ നൽകും. And they'll say, imagine that you're leaving this world and traveling beyond the galaxies into outer space. നിങ്ങൾ ഈ ലോകം വിട്ട് ഈ ശരീരം വിട്ട് പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് നിങ്ങൾ പറക്കുകയാണ് എന്ന് ചിന്തിക്കുക. So various statements like this are made. അങ്ങനെയുള്ള പല പ്രസ്താവനകൾ നടത്തുന്നു. Now they have a teacher. അവർക്ക് അതിനൊരു ടീച്ചറുമുണ്ട്. That teacher is a lady. അതൊരു അധ്യാപികയാണ്. That teacher is a disciple of a certain guru who taught her all this. ഈ അധ്യാപിക തന്നെ ഇത് പഠിപ്പിച്ച ഒരു ഗുരുവിന്റെ ശിഷ്യയാണ്. What is that guru's testimony? ആ ഗുരുവിന്റെ സാക്ഷ്യം എന്താണ്? Till he was in standard 10, that guru as a young boy, till he was in standard 10, he was a dud. He couldn't study well. താൻ ആ ഗുരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ, ആ 10ാം ക്ലാസ് എത്തുന്നത് വരെ തനിക്ക് പഠിക്കുവാൻ കഴിയാത്ത ബുദ്ധിയില്ലാത്ത ഒരു മണ്ടനെ പോലെ കാണപ്പെട്ടു. But one day when he was walking on the road, ഒരു ദിവസം താൻ വഴിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ suddenly he was flanked or surrounded by black images, he said. പെട്ടെന്ന് തന്റെ ചുറ്റും കറുത്ത രൂപങ്ങൾ വന്ന് തന്നെ ചുറ്റി എന്നാണ് താൻ പറഞ്ഞത്. And he got very scared and wanted to run away. താൻ ഭയപ്പെട്ട് ഓടിപ്പോകുവാൻ ആഗ്രഹിച്ചു. And those black forms said, don't get scared, we are going to make you wise. ആ കറുത്ത രൂപങ്ങൾ പറഞ്ഞത്, നീ ഓടിപ്പോകേണ്ട, ഞങ്ങൾ നിന്നെ ബുദ്ധിമാനാക്കുവാൻ പോകുന്നു. So then he stood there. അപ്പോൾ താൻ അവിടെ നിന്നു. Then all those black forms came near and came inside him, it seems. ആ കറുത്ത രൂപങ്ങളെല്ലാം അടുത്ത് വന്നിട്ട് തന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. When those black forms came inside him, they became white, it seems. ആ കറുത്ത രൂപങ്ങൾ തന്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അവ പെട്ടെന്ന് വെണ്മയുള്ളതായി തീർന്നു. From that day he became very intelligent. ആ ദിവസം മുതൽ താൻ വളരെ ബുദ്ധിമാനായി മാറി. He came first in all his classes in his school and in his college. തന്റെ സ്കൂളിലും കോളേജിലും എല്ലാ ക്ലാസ്സിലും താൻ ഒന്നാമതായി പാസ്സായി. Now he is that guru. ഇന്ന് താൻ ആ ഗുരു ആയിരിക്കുന്നു. Now he is teaching many people how to do all this, and they are teaching many people how to do all this. ഇത് എപ്രകാരം ചെയ്യണമെന്ന് താൻ അനേകരെ പഠിപ്പിക്കുന്നു, അവർ പുറപ്പെട്ടു പോയി മറ്റനേകരെ പഠിപ്പിക്കുന്നു. Does not the Bible say Satan has transformed himself into an angel of light, the black has turned white? അതല്ലേ വേദപുസ്തകം പറയുന്നത്, സാത്താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു, അല്ലെങ്കിൽ കറുപ്പ് വെണ്മ ധരിക്കുന്നു എന്ന്. So you see how these deceptions are taking place, and Satan is doing all this. They think they are going to get concentration. They are going to become slaves of the devil. The devil is going to control their minds. ഇന്ന് സാത്താൻ ഇപ്രകാരം എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണുക. അവർ ചിന്തിക്കുന്നത് അവർക്ക് ഏകാഗ്രത ലഭിക്കുമെന്നാണ്. വാസ്തവത്തിൽ അവർ ഇവന്റെ അടിമയായി തീരുകയാണ് ചെയ്യുന്നത്. Now this is one kind of mind control. ഇത് ഒരു വിധത്തിലുള്ള മനസ്സിന്റെ നിയന്ത്രണത്തെ കാണിക്കുന്നു. There are other ways in which this mind of people are being controlled. ഈ മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിക്കുന്ന മറ്റു ചില വഴികളുമുണ്ട്. Now you see here the photograph of about 12 people here in this picture. ഇവിടെ ഈ പടത്തിൽ ഏകദേശം 12 പേരുടെ ഫോട്ടോഗ്രാഫ് കാണുവാൻ കഴിയുന്നു. These are members of an organization called the CFR, Council on Foreign Relations. വിദേശകാര്യ ബന്ധങ്ങളുടെ സംഘടന എന്ന് പേരുള്ള ഒരു സംഘടനയിലെ ചില അംഗങ്ങളാണ് ഇവരൊക്കെയും. They are only some of the members. അവരിൽ ചില അംഗങ്ങൾ മാത്രമാണിത്. This is a poster.
ഇതൊരു പോസ്റ്ററാണ്. And it is not made by Christians, it is made by the American public. ഇത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതല്ല, ഇത് അമേരിക്കക്കാർ ഉണ്ടാക്കിയതായ ഒരു പോസ്റ്ററാണ്. It's written on top, don't vote for these people. അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത് ഇവർക്ക് വോട്ട് ചെയ്യരുത് എന്നാണ്. These people will sell you out to other people. ഈ മനുഷ്യർ നിങ്ങളെ മറ്റുള്ളവർക്ക് വിറ്റുകളയും. And one of those photos is the President of America. ആ ഫോട്ടോയിലുള്ള ഒരു വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. So you see, different people, these are all world leaders. ഇത് ലോകത്തെ ഭരിക്കുന്ന ലോക നേതാക്കന്മാരാണ്. Now they are more powerful than the UNO, the United Nations organizations, but you will never see CFR in the newspapers. ഐക്യരാഷ്ട്ര സംഘടനയേക്കാൾ ഇവർക്ക് ശക്തിയുള്ളവരാണ് ഈ മനുഷ്യർ ഓരോരുത്തരും. That building is their office. ഇതാണ് അവരുടെ ഓഫീസായിരിക്കുന്ന കെട്ടിടം. So this is an organization that is preferring to remain behind the scenes, but they are the controllers of power. ഇവർ തിരശ്ശീലയ്ക്ക് പുറകിൽ ഇരുന്നു കൊണ്ട് ശക്തി അധികാരം നിയന്ത്രിക്കുന്ന മനുഷ്യരായി കാണപ്പെടുന്നു. Now some of these people are involved in channeling. That means they have methods to contact these aliens and spirits in the other worlds. ഈ മനുഷ്യരിൽ ചിലർക്ക് മറ്റ് ഗ്രഹത്തിലുള്ള ജീവികളുമായി സമ്പർക്കം പുലർത്തുവാൻ ചില വഴികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. And some of them are members of secret societies which have plans to rule the world. ഈ ലോകത്തെ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില രഹസ്യ സംഘടനകളിലെ അംഗങ്ങളുമാണ് ഇവർ ഓരോരുത്തരും. Nobody knows what's going on outside, but inside they have relationship with spirits. പുറമേ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും അറിയുന്നില്ല എങ്കിലും അവർക്കുള്ളിൽ ഈ ആത്മാക്കളുമായിട്ട് ദുരാത്മാക്കളുമായിട്ട് ബന്ധമുണ്ട്. Now, for example, a few months ago, ഉദാഹരണത്തിന് ചില മാസങ്ങൾക്ക് മുമ്പ് an ICBM, intercontinental ballistic missile, was sent from California into outer space. കാലിഫോർണിയയിൽ നിന്ന് ഒരു ഭൂഖണ്ഡാനന്തര മിസൈൽ അന്തരീക്ഷത്തിലേക്ക് തൊടുത്തുവിടുകയുണ്ടായി. There was no war. യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല. Why was that missile launched? It never came in the papers. എന്തുകൊണ്ടാണ് ആ മിസൈൽ തൊടുത്തുവിട്ടത്? ഒരിക്കലും അത് പത്രങ്ങളിലൊന്നും വന്നില്ല. But it has been photographed and videographed also. അതിന്റെ ഫോട്ടോയും എടുത്തു, അതിന്റെ വീഡിയോയും എടുക്കുകയുണ്ടായി. Why was it sent? No answer. Silence by the government. എന്തുകൊണ്ടാണ് അത് അയച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റിന് ഉത്തരമില്ല, നിശബ്ദതയാണ് ഉത്തരം. But in a paper in Russia, there was a suggestion that this has been sent by the President of America to fight against some aliens in outer space. റഷ്യയിലുള്ള ഒരു പത്രത്തിൽ ഇപ്രകാരം അതിനെക്കുറിച്ച് ഒരു വാർത്ത വരികയുണ്ടായി. ഒരുപക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റ് ഈ മിസൈൽ അയച്ചത് അന്തരീക്ഷത്തിലുള്ള ഏതോ ചില ജീവികളുമായി യുദ്ധം ചെയ്യുവാനായിരിക്കാം. When we speak of aliens in outer space, they say it's not just one group, there are many hundreds of groups, there are different kinds of them. അന്തരീക്ഷത്തിലുള്ള ജീവികളെ കുറിച്ച് പറയുമ്പോൾ ഒരു കൂട്ടർ മാത്രമല്ല, അനേക കൂട്ടരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. One group are called the reptilians. That means they are all like reptiles. അതിലൊരു കൂട്ടർ ഇഴജന്തുക്കളെ പോലെയാണ്, അവരെ അപ്രകാരമാണ് അറിയപ്പെടുന്നത്. They are like snakes and crocodiles, and they are that kind of, they are creeping things. അവര് പാമ്പുകളെ പോലെ, മുതലകളെ പോലെ, ഇഴഞ്ഞു നടക്കുന്ന ജീവികളെ പോലെ കാണപ്പെടുന്നു. And the Russian paper was trying to say that the President of America was supporting that group against another group and was sending this missile to kill the people of the enemy group. റഷ്യൻ പത്രത്തിൽ വന്ന വാർത്ത ഇപ്രകാരമാണ്: അമേരിക്കൻ പ്രസിഡന്റ് ഇതിലൊരു കൂട്ടരെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരു കൂട്ടരെ കൊന്നുകളയേണ്ടതിന് താൻ ഈ മിസൈൽ അയച്ചു എന്നാണ് ആ പത്രത്തിൽ വന്നത്. Brother, sister, you could read all this in novels and comics, but can you imagine this coming as news in the paper? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഇതൊക്കെ നോവലുകളില് മറ്റ് കോമിക്കുകളിലൊക്കെ വായിക്കുവാൻ കഴിയും. എന്നാൽ ഇതൊക്കെ പത്രത്തിൽ വാർത്തയായിട്ട് വരുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? Now there is a verse in the Bible like this. വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: I beheld Satan falling like lightning from heaven. സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. Read that in Luke 10:18. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അത് കാണാം. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. And he said unto them, I beheld Satan as a lightning fall from heaven. Now, if you read this in the Hebrew language, ഇത് ഹെബ്രായ ഭാഷയിൽ വായിച്ചാൽ, I beheld Satan as lightning falling from heaven. സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. That phrase called lightning from heaven, you know what it is in the Hebrew language?
ആകാശത്ത് നിന്നുള്ള മിന്നൽ എന്ന് അതിന് ഹെബ്രായ ഭാഷയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയുമോ? Barack Obama. അത് ഹെബ്രായ ഭാഷയിൽ ബരാക് ഒബാമ എന്നാണ് അതിന്റെ വാക്ക്. So there is some kind of a link taking place. അതിനർത്ഥം ഇത് തമ്മിൽ ഏതോ ചില ബന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. Something is happening all over the world. We don't know what is happening exactly, but something definitely is taking place. മുഴു ലോകത്തിലും എന്തോ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല എങ്കിലും എന്തോ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. But there is a small group of people who are now trying to take full control of the world. There's a small group of people, they are trying to take full control of the world. ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആൾക്കാരുണ്ട്. They want to form a one world government and control every human being. ഏക ലോക സർക്കാർ ഉണ്ടായിട്ട് മുഴുവൻ മനുഷ്യരെയും നിയന്ത്രിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. And for that they are using the media, the newspaper, the movies, the television to brainwash people so that they might think what the leaders want them to think. അതിനുവേണ്ടി അവർ പ്രസിദ്ധീകരണങ്ങളെ, മാധ്യമങ്ങളെ, TV, ഇന്റർനെറ്റിനെ എല്ലാം അവർ ഉപയോഗിക്കുന്നു. അതുപയോഗിച്ചിട്ട് നേതാക്കന്മാർ എന്ത് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത് മനുഷ്യരെ കൊണ്ട് അവർ ചിന്തിപ്പിക്കുന്നു. See, now everybody no one is against a one world government because they all want unity, they want peace. ഒരു ഏകലോക സർക്കാരിന് ആരും എതിരല്ല. കാരണം എല്ലാവർക്കും സമാധാനവും എല്ലാവർക്കും സന്തോഷവും ആവശ്യമാണ്. So everybody is receptive to that, but nobody knows this is a big lie by a small group of people. In the name of making world peace and unity, they are only going to control the world themselves. എല്ലാവരും അതിനെ അനുവദിക്കുന്നെങ്കിൽ തന്നെയും അതിന് പുറകിൽ ഒരു വലിയ വ്യാജം ഭോഷ്കുണ്ട് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അവർ ഒരു സമാധാനമെന്നും ഏകലോകമെന്നും ഒക്കെ പറഞ്ഞ് മനുഷ്യരെ എല്ലാവരെയും നിയന്ത്രിക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. So they are sending subliminal messages. That means messages they will send to your mind which you won't realize are entering into your mind, but unconsciously they get registered inside. എന്നാൽ അതിനായി അവർ പ്രത്യേക വിധത്തിലുള്ള സന്ദേശങ്ങളാണ് അവർ നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നത്. ആ സന്ദേശങ്ങളുടെ പ്രത്യേകത അത് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് അറിയാതെ അവ ഉള്ളിൽ പ്രവേശിച്ച് അത് മനസ്സിന്റെ ഉള്ളിൽ ആയിത്തീരും. Some years ago a new church was formed called the Church of Satan. ചില വർഷങ്ങൾക്ക് മുമ്പ് സാത്താന്റെ സഭ എന്നു പേരുള്ള ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. They worship Satan as God. അവിടെ അവർ സാത്താനെ ദൈവമായിട്ട് ആരാധിക്കുന്നു. And the founder of that church is Anton LaVey. He's still alive. ആ സഭയുടെ സ്ഥാപകൻ ആന്റൺ ലവി എന്നാണ്. താൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. And he wrote a Bible like we have a Bible. It's called the Satanic Bible. നമുക്ക് ബൈബിൾ ഉള്ളതുപോലെ താനും ഒരു ബൈബിൾ എഴുതി. അതിന്റെ പേര് സാത്താന്റെ ബൈബിൾ എന്നാണ്. In that Bible he has said, we will preach to the whole world through the television. നാം മുഴു ലോകത്തിലും ടെലിവിഷൻ മുഖാന്തരമായി നാം അവരോട് പ്രസംഗിക്കും എന്നാണ് താൻ പറഞ്ഞു എഴുതിയിരിക്കുന്നത്. They will not know we are preaching, but we will preach to them. അവരോട് നാം പ്രസംഗിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുകയില്ല, എങ്കിലും നാം അവരോട് പ്രസംഗിക്കും. So while you are watching the television, you may be innocently watching an ordinary program, but hidden in those programs are messages that you won't realize that are brainwashing your mind, conditioning your mind, so that when these people come to control the world, you cannot resist them. Your mind is weak, you will yield. നിങ്ങൾ ടെലിവിഷനിലുള്ള ഒരു സാധാരണ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഒരു പ്രോഗ്രാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഉള്ളിൽ കൂടി നിങ്ങൾ അറിയാതെ തന്നെ അവരുടെ സന്ദേശം അറിയിക്കുകയും അത് നിമിത്തമായിട്ട് അവർ ഭരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യാതൊരു എതിർപ്പുമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. For example, ഉദാഹരണമായി on the TV screenil very often you will see some lines scrolling downwards. ചില വരകൾ താഴേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. So lines across the screen will keep on scrolling downwards repeatedly, periodically. ചില വരകൾ അത് സ്ക്രീനിന്റെ ഒരു വശം തൊട്ട് മറ്റേ വശം വരെയുണ്ട്. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. Those lines experts say are supposed to have a hypnotic effect on the watchers. ചില വിദഗ്ധന്മാർ പറയുന്നത് ആ വരികൾക്ക് മനുഷ്യരുടെ മനസ്സിൽ മനഃശാസ്ത്രപരമായ ചില ശക്തി സ്ഥാപിക്കുവാൻ കഴിയുമെന്നാണ്. As those lines keep going down before the eyes, it weakens the mind, so whatever they say through the television they will listen easily.
ആ വരകൾ സ്ക്രീനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് മനുഷ്യന്റെ മനസ്സിനെ ദുർബലപ്പെടുത്തുകയും അതിനുശേഷം എന്താണോ പറയുന്നത് അത് മനുഷ്യർ വിശ്വസിക്കുകയും ചെയ്യുന്നു. Today many movies are being released in the secular world. ഇന്ന് ഈ സ്വാതന്ത്ര്യമുള്ള ലോകത്ത് അനേക സിനിമകൾ വരുന്നുണ്ട്. And those movies, you will see they are contacting extraterrestrials. ആ സിനിമകളിലൊക്കെ അന്യഗ്രഹ ജീവികളുമായിട്ട് ബന്ധപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. Recently, last year there was a movie for children. കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയുണ്ടായിരുന്നു. It's called the Superman Batman Apocalypse. അത് സൂപ്പർമാൻ ബാറ്റ്മാൻ എന്ന് Apocalypse means Superman Batman Judgment. സൂപ്പർമാൻ ബാറ്റ്മാൻ ന്യായവിധി എന്ന പേരുള്ള ഒരു സിനിമയായിരുന്നു. So it means it's as though these Superman Batman are all comic stories and they are read by young children. സൂപ്പർമാനും ബാറ്റ്മാനും എല്ലാം സാധാരണ കോമിക്കുകളിലുള്ള കഥാപാത്രങ്ങളാണ്. കുട്ടികളാണ് അവയൊക്കെ വായിക്കുന്നത്. In that movie, I didn't watch it, but I heard about it and I'm telling you. ഞാനത് കണ്ടതല്ല, ഞാൻ അതിനെക്കുറിച്ച് കേട്ടതാണ്, അതാണ് പറയുന്നത്. These Batman and Superman are like beings from outer space. ഈ ബാറ്റ്മാനും സൂപ്പർമാനും ഒക്കെ അന്യഗ്രഹ ജീവികളെ പോലെയാണ് വരുന്നത്. And in the world, doomsday is coming. Doomsday, the world is going to get destroyed. ഈ ലോകം നശിക്കുവാൻ പോകുന്ന ഒരു ദിവസം വരുന്നു. So they find a person in this world. അതുകൊണ്ട് അവർ ഈ ലോകത്തിൽ വന്ന ഒരു മനുഷ്യനെ കണ്ടുപിടിച്ച് a woman who can make contact with spirits. ദുരാത്മാക്കളുമായി ബന്ധപ്പെടുവാൻ കഴിയുന്ന ഒരു സ്ത്രീ. And she makes contacts with the spirits and she gets messages which she spreads to the whole world to protect the whole world so that we can avoid doomsday. തനിക്ക് ദുരാത്മാക്കളുമായി ബന്ധപ്പെടുവാൻ കഴിയുന്നു. അവയിൽ നിന്നുള്ള സന്ദേശം താൻ പ്രാപിച്ച് മുഴു ലോകത്തിൽ നൽകുന്നു. അങ്ങനെ മുഴു ലോകത്തെയും ആ നാശത്തിൽ നിന്ന് തനിക്ക് രക്ഷിക്കുവാൻ കഴിയുന്നു. So you see, even in the movies, in the TV, these messages are silently being released. Nobody realizes. This is called mind control. Even children are being affected. ഇത് ഇന്ന് ടെലിവിഷനുകളിലും സിനിമകളിലും എല്ലാം ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരും അത് മനസ്സിലാക്കുന്നില്ല. അത് കുഞ്ഞുങ്ങൾ പോലും അത് കണ്ടുകൊണ്ട് അവരുടെ മനസ്സിൽ പോലും അത് കടന്നു വരുന്നു. ഇത് മറ്റൊരു വിധത്തിലുള്ള മനസ്സിന്റെ നിയന്ത്രണത്തെയാണ് കാണിക്കുന്നത്. So little by little these things are happening. അല്പാൽപമായി ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. I want to tell you one more thing. ഒരു കാര്യം കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. How mind control can take place. എപ്രകാരമാണ് മനസ്സിന്റെ നിയന്ത്രണം സംഭവിക്കുന്നത്? In the year 1947, 1947 a man called Wilhelm Reich എന്ന പേരുള്ള ഒരു മനുഷ്യൻ, he was employed by the Central Intelligence Agency, the Secret Service in America. അമേരിക്കയിലുള്ള CIA സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയാണ് തനിക്ക് ജോലി നൽകിയിരുന്നത്. So that he could find the right kind of waves through which thoughts can be transmitted so that people's minds can be controlled. ഒരു മനുഷ്യന്റെ ചിന്തകൾ കടത്തിവിടുവാൻ കഴിയുന്ന പ്രത്യേകതരം തരംഗങ്ങൾ കണ്ടുപിടിക്കുവാനാണ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. ആ തരംഗങ്ങൾ നിമിത്തമായി മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയണം. From 1947 to 1952, 5 years he was doing his research. 1947 മുതൽ 52 വരെ 5 വർഷക്കാലം തന്റെ ഗവേഷണം താൻ തുടർന്നു. It was not yet over. അത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. Then he had not finished his research. തന്റെ റിസർച്ച് അപ്പോൾ താൻ പൂർത്തീകരിച്ചിരുന്നില്ല. But he discovered that the CIA was going to use it on the Americans themselves. അമേരിക്കക്കാരുടെ ഇടയിൽ തന്നെയാണ് CIA ഇത് ഉപയോഗിക്കുവാൻ പോകുന്നത് എന്ന് താൻ മനസ്സിലാക്കി. Then he realized they are going to use my research on my mind also. എന്റെ ആ ഗവേഷണ ഫലം എന്റെ മനസ്സിൽ തന്നെ അവർ പ്രയോഗിക്കുമെന്ന് തനിക്ക് മനസ്സിലായി. Because I am an American. കാരണം ഞാനും ഒരു അമേരിക്കക്കാരനാണ്. He stopped his research and refused to cooperate. താൻ തന്റെ ആ ഗവേഷണം നിർത്തിയിട്ട് സഹകരിക്കാതിരിക്കുവാൻ താൻ തീരുമാനിച്ചു. Then they made false charges against him and put him in prison. തനിക്ക് നേരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ അവർ ജയിലിൽ അടച്ചു. 2 weeks before his release was due, തന്നെ പുറത്തു വിടുന്നതിന് 2 ദിവസം മുമ്പ്, 2 weeks before, 2 ആഴ്ച മുമ്പ് he was killed and they said in public he died of a heart attack. തന്നെ കൊന്നുകളഞ്ഞിട്ട് തനിക്ക് ഹൃദയസ്തംഭനം മൂലം താൻ മരിച്ചു എന്ന് അവർ പൊതുവിൽ അറിയിച്ചു. Today, ഇന്ന് we have cell phone towers everywhere. ഇന്ന് നമുക്ക് ചുറ്റുപാടും സെൽഫോണിന്റെ ടവറുകളുണ്ട്. The wavelength or the bandwidth of those cell phone towers are the same bandwidth which Wilhelm Reich used to do his research, to transmit thoughts, to control people's minds. അന്ന് ഈ വിൽഹെൽം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉപയോഗിച്ച തരംഗങ്ങളുടെ അതേ ദൈർഘ്യം തന്നെയാണ് ഇന്ന് ഈ
ഈ മൊബൈൽ ഫോൺ ടവറുകളിൽ നിന്ന് വരുന്ന തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യവും അതും ഒന്ന് തന്നെയാണ്. So some people are asking this question. ചില മനുഷ്യർ ഈ ചോദ്യം ചോദിക്കുന്നു. The cell phones use very little of these waves. The cell phones use only very little of these waves. ഈ തരംഗങ്ങളിൽ വളരെ അല്പം മാത്രമേ ഈ സെൽഫോണുകൾ ഉപയോഗിക്കുന്നുള്ളല്ലോ. Why is it that they are putting these towers everywhere? You just go any place and look around, you can see these towers. എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം ടവറുകൾ സ്ഥാപിക്കുന്നത്? എവിടെ പോയാലും ടവറുകൾ കാണുവാൻ കഴിയുന്നു. Could this be a conspiracy of international mind control? ഇത് മുഴു ലോകത്തിലുള്ള മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിനുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണോ? Mind control means making people do what another person likes without them realizing it. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് മറ്റൊരു മനുഷ്യനെ ആഗ്രഹിക്കുന്നത് ഇവരറിയാതെ തന്നെ ചെയ്യിക്കുക എന്നുള്ളതാണ്. So if I make this person mad, that's not mind control. ഞാൻ ഈ വ്യക്തിയെ ഒരു ഭ്രാന്തനാക്കി മാറ്റുന്നുവെങ്കിൽ അത് മനസ്സിന്റെ നിയന്ത്രണമല്ല. If I can make him do what I like without his knowing it, he thinks he's doing what he likes, but I'm making him do what I like, that's mind control. ഞാൻ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അത് താൻ അറിയാതെ തന്നെ തന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ കഴിയുന്നുവെങ്കിൽ താൻ ചിന്തിക്കുന്നത് തന്റെ ഇഷ്ടം ചെയ്യുന്നു എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ താൻ ചെയ്യുന്നത് എന്റെ ആഗ്രഹമാണ്. അപ്രകാരം ചെയ്യിക്കുന്നതിനാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. So if they can do this now, then it will be very difficult for people to live. ഇത് ഇന്ന് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ മനുഷ്യർക്ക് ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. People are going to lose their freedom. മനുഷ്യർക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. This is why that poster has been put up in America by the public saying, don't vote for these people. If they come to power, they are going to brainwash you and control you. They'll sell you. അതുകൊണ്ടാണ് അമേരിക്കയിൽ പൊതുവിൽ ഇപ്രകാരമുള്ള ഒരു പോസ്റ്റർ അവരിട്ടത്. ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിൽക്കും, അവർ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളെ വിറ്റുകളെ നിങ്ങളെ നിയന്ത്രിക്കുമെന്ന് പറയുന്നു. Now you may ask a question now. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം ഇപ്പോൾ. The topic is spiritual war. ഈ വിഷയം ആത്മീക യുദ്ധം എന്നുള്ളതാണ്. What has all this got to do with spiritual war? ആത്മീക യുദ്ധവും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? The problem is when these darkness comes to cover the earth. ഈ അന്ധകാരം ഭൂമിയെ മൂടേണ്ടതിന് വരുമ്പോൾ, and when this gross darkness tries to control the minds of the people, കൂരിരുട്ട് ജാതികളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുമ്പോൾ, there's one big problem for them. അവർക്കൊരു വലിയ പ്രശ്നമുണ്ട്. There's one big hindrance that's preventing them from taking control. അവർക്ക് ഈ കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൽ നിന്നും അവരെ തടയുന്ന ഒരു കാര്യമുണ്ട്. You read 2 Thessalonians chapter 2. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം and read verse 7. 7-ാം വാക്യം വായിക്കാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. For the mystery of iniquity doth already work. Only he who now letteth will let until he be taken out of the way. So all that I told you just now, all this darkness coming down, this is all called the mystery of iniquity. It's so scary to hear it, isn't it? ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ അന്ധകാരം ഇറങ്ങി വരുന്നതൊക്കെയാണ് അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഭയപ്പെടുത്തുന്നതാണ് അവ. But there is someone stopping them from finishing what they want to do. എന്നാൽ അവരുടെ പ്രവൃത്തിയെ തടസ്സം ചെയ്യുന്ന ആരോ ഒരാളുണ്ട്. So that's what is written in this verse. അതാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. He is the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവ്. And that Holy Spirit is in you and in me. ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലും എന്നിലുമുണ്ട്. So when the darkness wants to come down and take power, ആ അന്ധകാരം കടന്നു വന്ന് ഇറങ്ങി വന്ന് അധികാരം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, and the Holy Spirit who is in you and in me is stopping that power from coming down, നിങ്ങളിലും എന്നിലുമുള്ള പരിശുദ്ധാത്മാവ് ആ അന്ധകാരം ഇറങ്ങി വരുന്നതിൽ നിന്നും അതിനെ തടയുമ്പോൾ, a war will start. ഒരു യുദ്ധം ആരംഭിക്കും. In other words, when they fight against the Holy Spirit, they have to fight against those who are under the guidance of the Holy Spirit. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് അവയ്ക്ക് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ളവരോട് അവയ്ക്ക് യുദ്ധം ചെയ്യേണ്ടതായി വരും. So very soon there's going to be a big
war between the forces of darkness and light, between the forces of good and evil. നന്മകളുടെയും തിന്മയുടെയും ശക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെയും ഇരുളിന്റെയും ശക്തികൾ തമ്മിൽ അതിവേഗത്തിൽ ഒരു വലിയ യുദ്ധമുണ്ടാകുവാൻ പോകുന്നു. So if we are not careful in this time, if we are not prepared, ഈ കാലഘട്ടത്തിൽ നാം ഒരുക്കമുള്ളവരായി തീരുന്നില്ല എങ്കിൽ we will join the losing side. നാം തോറ്റുപോകുന്ന പക്ഷത്തായിരിക്കും ചേരുന്നത്. That's why it's very important that we learn from the Holy Spirit, be guided by the Holy Spirit, grow up through the Holy Spirit. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് നാം പഠിച്ച്, പരിശുദ്ധാത്മാവിൽ നാം വളർന്ന്, പരിശുദ്ധാത്മാവിൽ നാം വളർത്തപ്പെടേണ്ടത്, നടത്തപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നത്. So when the whole world is getting guided by these wrong spirits, ഈ ദുരാത്മാക്കളാൽ, തെറ്റായ ആത്മാക്കളാൽ മുഴു ലോകവും നിയന്ത്രിക്കപ്പെടുമ്പോൾ, when the devil is trying to control the minds of every human being on this planet earth, ഈ ഭൂമി എന്ന ഗ്രഹത്തിലുള്ള സകല മനുഷ്യരുടെയും മനസ്സിനെ പിശാച് നിയന്ത്രിക്കുവാൻ ശ്രമിക്കുമ്പോൾ, it is very essential that we, the children of God, get very close to God. നാം ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും ദൈവത്തോട് ഏറ്റവും അടുത്ത് ചെല്ലേണ്ടത് ഏറ്റവും ആവശ്യമാകുന്നു. Let's ask ourselves a question. നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. How close are we to God? നാം ദൈവത്തോട് എത്ര അടുത്തവരായിരിക്കുന്നു? Sometimes we are close to the church. ചിലപ്പോൾ നാം സഭയോട് അടുത്തവരാണ്. Sometimes we are close to the servants of God. ചിലപ്പോൾ നാം ശുശ്രൂഷകരോട് അടുത്തവരാണ്. How close are we to Jesus? നാം യേശുവിനോട് എത്ര അടുത്തവരാണ്? Look at what's happening in the world. ഈ ലോകത്തിൽ സംഭവിക്കുന്നത് നോക്കുക. All kinds of new philosophies, new religions. പുതിയ തത്വജ്ഞാനങ്ങളും പുതിയ മതങ്ങളും ഒക്കെ വരുന്നു. New doorways are being opened. Various methods are being found to make contact with those spirits in the other worlds. പുതിയ വഴികൾ, പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു. മറ്റ് ലോകത്തിലുള്ള ആത്മാക്കളുമായിട്ട് ബന്ധപ്പെടുവാൻ പുതിയ വഴികൾ കണ്ടുപിടിക്കുന്നു. When this be the situation, ഈ സാഹചര്യമായിരിക്കുമ്പോൾ what are we doing? നാം എന്താണ് ചെയ്യുന്നത്? Very sad, we are sitting here without realizing we are in the middle of a battle. We are going to face big enemies very soon and we are not ready for it. നാം ഒരു യുദ്ധത്തിന്റെ നടുവിലാണ് എന്ന് മനസ്സിലാക്കാതെ നാം വളരെ നിസ്സംഗതയോടെ ഇവിടെ ഇരിക്കുന്നു. അതിവേഗത്തിൽ നമുക്കൊരു വലിയ ശത്രുവിനോട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. There is a movement called the New Age movement. പുതുയുഗ സംഘടന എന്ന് പേരുള്ള ഒരു സംഘടനയുണ്ട്. I can talk 15-20 minutes about that, but there's no time. അതിനെക്കുറിച്ച് 15-20 മിനിറ്റ് വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷെ സമയമില്ല. That's again a movement that's getting ready to bring the Antichrist inside. അത് എതിർ ക്രിസ്തുവിനെ കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. And in that movement, that organization has many plans. ആ സംഘടനയ്ക്ക് പല പദ്ധതികളുണ്ട്. One of those plans is called purification. അതിൽ ഒരു പദ്ധതിയാണ് ശുദ്ധീകരണം. Not the purification that we speak about. നാം സാധാരണ പറയുന്ന ശുദ്ധീകരണമല്ല. You know what is this purification? ഈ ശുദ്ധീകരണം എന്താണെന്ന് അറിയുമോ? They have an agenda, they have a plan. അവർക്കൊരു പദ്ധതിയുണ്ട്. And anyone working against that plan, get rid of them. ആ പദ്ധതിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നത് ആരായാലും അവരെ ഇല്ലാതെയാക്കുക. So they have a plan in bringing a one world ruler into this world. ഈ ലോകത്തിലേക്ക് ഒരു ഏക ലോക ഭരണകർത്താവിനെ കൊണ്ടുവരുവാൻ അവർക്ക് ആഗ്രഹമുണ്ട്. And if anyone works against that plan, if anyone stops that plan, get rid of them. ആരെങ്കിലും ആ പദ്ധതിക്ക് വിരോധമായി പ്രവർത്തിക്കുകയോ അതിനെ തടസ്സം ചെയ്യുകയോ ചെയ്താൽ അവരെ ഇല്ലായ്മ ചെയ്യുക. That's called purification. അതിനാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. In other words, you Christians, you are the defilement in this world. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികളായ നിങ്ങളാണ് ഈ ലോകത്തിന്റെ അഴുക്ക്. So you are the ones who are resisting this plan. ഈ പദ്ധതിയെ തടസ്സം ചെയ്യുന്ന മനുഷ്യർ നിങ്ങളാണ്. So when we get rid of you Christians, this is called purification. The world will be purified to welcome the Antichrist. അതിന്റെ അർത്ഥം ക്രിസ്ത്യാനികളെ ഒഴിവാക്കി കഴിയുമ്പോൾ ഈ ലോകം എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ട ശുദ്ധീകരണം പ്രാപിക്കും. So this is the plan. ഇതാണ് ആ പദ്ധതി. There is a rock musician. ഒരു പോപ്പ് സംഗീതജ്ഞനുണ്ട്. റോക്ക് സംഗീതജ്ഞനുണ്ട്. He from the age of 13 he was a devil possessed boy. From the age of 12-13 he was demon possessed. 12-13 വയസ്സുള്ളപ്പോൾ മുതൽ താൻ ഒരു പിശാച് ബാധിതനായിരുന്നു. His name is Marilyn Manson. തന്റെ പേര് മാരിലിൻ മാൻസൺ എന്നാണ്. That's a combination of the name of a very immoral woman and a serial killer. ആ പേര് എന്നുള്ളത് യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത ഒരു സ്ത്രീയുടെയും ഒരു തുടർച്ചയായി ഒരു കൊലപാതക പരമ്പര നടത്തിയ ഒരു വ്യക്തിയുടെയും തമ്മിൽ പേരിന്റെ സങ്കലനമാണ്. Marilyn Monroe and Charles Manson combined together became Marilyn Manson. മെരിലിൻ മൺറോയും ചാൾസ് മാൻഷനും ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് മെരിലിൻ മാൻഷൻ എന്നുള്ള പേര് വന്നത്. So this man
He is now one of the leading rock musicians in the world. താന് ഇന്ന് ലോകത്തിലുള്ള റോക്ക് സംഗീതജ്ഞരിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. Even now he's a demon possessed man. ഇന്നും താൻ ഒരു പിശാച് ബാധിതനാണ്. He's a close friend of Anton LaVey, the founder of the Church of Satan. സാത്താൻ സഭയുടെ സ്ഥാപകനായ ആന്റൺ ലവിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് ഈ വ്യക്തി. They say he'll be the next leader. താൻ പറയുന്നത് ഇവനാണ് അടുത്ത നേതാവ് എന്നാണ്. With my own ears I heard an announcement made by him. താൻ നടത്തിയതായ ഒരു പ്രസ്താവന ഞാൻ എന്റെ സ്വന്തം ചെവി കൊണ്ട് കേൾക്കുകയുണ്ടായി. I hope that in my lifetime I will get rid of Christianity. ഞാൻ എന്റെ ജീവിതകാലത്ത് തന്നെ ക്രിസ്ത്യാനിത്വത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ കഴിയും എന്ന് പ്രത്യാശിക്കുന്നു. It's not him saying it. താനല്ല അത് പറയുന്നത്. You know who is saying it? ആരാണ് പറയുന്നത് നിങ്ങൾക്കറിയാം. So this is called spiritual war. ഇതാണ് ആത്മീക യുദ്ധം എന്ന് പറയുന്നത്. Brothers and sisters, it's enough of our sleeping. പ്രിയ ദൈവമക്കൾ, സഹോദരന്മാരെ സഹോദരിമാരെ, നാം ഉറങ്ങിയത് മതി. The enemy is getting ready to lay his sword on our necks. നമ്മുടെ കഴുത്തിൽ തന്റെ വാള് വെക്കുവാൻ ശത്രു ഒരുങ്ങിയിരിക്കുന്നു. So what are we going to do these days? ഈ ദിവസങ്ങളിൽ നാം എന്ത് ചെയ്യുവാൻ പോകുന്നു? How are we close to Jesus? നാം യേശുവിനോട് എത്ര അടുത്തിരിക്കുന്നു? You know, we do so many things connected with Jesus, but that's not what I'm asking. നാം യേശുവിനോട് ബന്ധപ്പെടുത്തി അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നത് അതല്ല. Right now, so that we all might learn a lesson, I want to make a confession before all of you. നിങ്ങളെല്ലാവരും നാം എല്ലാവരും ഒരു പാഠം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുമ്പാകെ ഒരു ഏറ്റുപറച്ചിൽ നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You know, I have read the Bible without any close relationship with Jesus. ഞാൻ യേശുവിനോട് യാതൊരു ബന്ധവുമില്ലാതെ വേദപുസ്തകം വായിച്ചിട്ടുണ്ട്. I have spoken in tongues just out of a matter of habit without any close relationship with Jesus. യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പഴക്കം മൂലം ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്. I have lifted up my hands and said, praise the Lord, praise the Lord, praise the Lord, with emptiness in my heart, nothing to do with Jesus. എന്റെ ഹൃദയത്തിൽ ശൂന്യതയുമായി എന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവുമായി യാതൊരു ബന്ധവുമില്ലാതെ സ്തോത്രം 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 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. I've done so many ministries and preached so many sermons without any close relationship with Jesus. ഞാൻ അനേക ശുശ്രൂഷകൾ ചെയ്ത അനേക പ്രസംഗങ്ങൾ യേശുവുമായിട്ട് ബന്ധമില്ലാതെ നടത്തിയിട്ടുണ്ട്. Which means we can be Christians, we can be Pentecostals, we can be old believers, we can be servants of God without anything to do with Jesus. നമുക്ക് യേശുവുമായി യാതൊരു ബന്ധവുമില്ലാതെ നമുക്ക് ക്രിസ്ത്യാനികളായി, നമുക്ക് വിശ്വാസികളായി, നമുക്ക് ശുശ്രൂഷകരായി കാണപ്പെടാം എന്നാണ് അത് കാണിക്കുന്നത്. We pray every day. നാം ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു. Let me ask you, which was the last time you or I said, Jesus, I love you? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളോ ഞാനോ പറഞ്ഞ അവസാന അവസരം എന്നായിരുന്നു? Aren't we called the bride of Christ? നാം യേശുവിന്റെ മണവാട്ടി എന്നല്ലയോ വിളിക്കപ്പെടുന്നത്? What else, what better words would be there for a bride to look to the bridegroom and say? ഒരു മണവാട്ടിക്ക് മണവാളനെ നോക്കി പറയുവാൻ ഇതിനേക്കാൾ നല്ല ഏതൊരു വാക്കാണുള്ളത്? But we are so full of needs and so full of requests and so full of petitions, we have no time to say, Jesus, I love you. നമ്മുടെ ഉള്ളിൽ പല പരാതികളും ആവശ്യങ്ങളും അപേക്ഷകളും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് യേശുവിനോട് യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയാറില്ല. Somewhere we have to admit the truth that we have gone far away from God. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള സത്യം നാം ഇന്ന് മനസ്സിലാക്കണം, അത് സമ്മതിക്കണം. Somewhere we have been bound ourselves by traditions and we think we are close to God while we are not close to God. നാം ഏതോ ചില വിധത്തിൽ പാരമ്പര്യങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നാം അത് നിമിത്തം യേശുവുമായി ബന്ധമുണ്ട് എന്ന് നാം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് യാതൊരു ബന്ധവുമില്ലാതെ ഇരിക്കുന്നു. If we do not realize the true state we are in, that we are indeed in a Christian state fallen from what we ought to be, then the devil will have power over us. നാം നമ്മുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നാം ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വീണുപോയ അവസ്ഥയിൽ ആയിരിക്കുന്നുവെന്ന് ആയിരിക്കും. Tomorrow I am going to share with you a dream that a man saw. ഒരു മനുഷ്യൻ കണ്ടതായ ഒരു സ്വപ്നം ഞാൻ നിങ്ങളോട് നാളെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. And we will see what category we belong to in that dream. ആ സ്വപ്നത്തിൽ നിന്ന് നാം ഏത് കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. But today let us close our eyes. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Jesus is in this place. യേശു ഈ സ്ഥലത്തുണ്ട്. They have a leader. അവർക്കൊരു നേതാവുണ്ട്. He's coming down to control the world. അവൻ ലോകത്തെ നിയന്ത്രിക്കുവാൻ ഇറങ്ങി വരുന്നു. And they are getting ready. അവർ അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. They are working day and night for that. അവർ രാവും പകലും അതിനായി അധ്വാനിക്കുന്നു. We have a leader. നമുക്കും ഒരു നേതാവുണ്ട്. He's trying to talk to us. അവൻ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. He's trying to wake us up to understand the truth. സത്യം മനസ്സിലാക്കുവാൻ
നമ്മെ തട്ടി ഉണർത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. But do we have ears to hear his message? എന്നാൽ അവന്റെ ദൂത് കേൾക്കുവാൻ നമുക്ക് ചെവികളുണ്ടോ? Children of God, there is a war coming. ദൈവമക്കളെ, ഒരു യുദ്ധം വരുന്നു. There is a big war coming. ഒരു വലിയ യുദ്ധം വരുന്നു. And that's against the children of God. അത് ദൈവമക്കൾക്ക് വിരോധമായുള്ളതാണ്. It's against those who are loving the truth. It's against those who are loving the truth. സത്യം സ്നേഹിക്കുന്നവർക്ക് വിരോധമായുള്ള യുദ്ധം. In particular, it's going to be against Pentecostals. കൃത്യമായി പറഞ്ഞാൽ അത് പെന്തക്കോസ്തുകാർക്ക് വിരോധമായി. Are we ready to fight? നാം പോരാടുവാൻ ഒരുങ്ങിയിരിക്കുന്നുവോ? Before we rise up as an army, നാം ഒരു സൈന്യമായി എണീൽക്കുന്നതിന് മുമ്പ് let's make a sincere confession before God. നമുക്ക് ദൈവം മുമ്പാകെ ഒരു യഥാർത്ഥ ഏറ്റുപറച്ചിൽ നടത്താം. Ezekiel saw a vision. യെഹെസ്കേൽ ഒരു ദർശനം കണ്ടു. He saw a valley of dry bones. താന് ഉണങ്ങിയ അസ്ഥികളുടെ ഒരു താഴ്വര കണ്ടു. Now, will we be humble enough to acknowledge that we are that valley of dry bones? നാം ആണ് ആ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വര എന്ന് ഏറ്റു പറയുവാൻ തക്കവണ്ണം താഴ്മയുള്ളവരായി നാം ഇന്ന് കാണപ്പെടുമോ? We have a form of godliness, but we have lost that power. നമുക്ക് ഏതോ ഒരു ദൈവികത്വമുണ്ട്, എങ്കിലും നമുക്ക് ദൈവശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. We have a kind of spirituality, we have a kind of zeal, we have a kind of Pentecostal experience, but we have fallen from our first love. നമുക്ക് ഏതോ വിധത്തിലുള്ള ഒരു തീഷ്ണതയുണ്ട്, ഏതോ വിധത്തിലുള്ള ഒരു പെന്തക്കോസ് അനുഭവമുണ്ട്, എന്നാൽ നാം ആ ദൈവസന്നിധിയിൽ നിന്ന് വീണിരിക്കുന്നു. Is there anyone who can acknowledge this? Yes, I am far away from that personal relationship with Jesus. ഞാൻ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് ഏറ്റുപറയുവാൻ സമ്മതിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ? There is a song in English. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്. Lord, it's not for ease or worldly pleasure that I am asking. കർത്താവേ, ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. I am not praying for those. ഞാൻ അവയ്ക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. I am very ready to toil and suffer. ഞാൻ കഷ്ടം അനുഭവിക്കുവാൻ, അധ്വാനിക്കുവാൻ ഞാൻ തയ്യാറാണ്. But I ask only for one thing, O Lord. എന്നാൽ ഞാൻ ഒന്നിനു വേണ്ടി മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ. Let me walk close to thee. ഞാൻ നിന്നോട് ചേർന്ന് നടക്കട്ടെ. Let's test our spirits. നമുക്ക് നമ്മുടെ ആത്മാവിനെ ഒന്ന് Is പരിശോധിക്കാം. our spirit close to the Spirit of God? നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്നാണോ ആയിരിക്കുന്നത്? Do we have that spirit to spirit experience? നമുക്ക് ആത്മാവിനുള്ള ആ ബന്ധമുണ്ടോ? When we wake up in the morning, do we hear the voice of God? നാം അതിരാവിലെ ഉണരുമ്പോൾ ദൈവശബ്ദം കേൾക്കാറുണ്ടോ? Like Enoch walked with God, are we walking with God every moment of our life? ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നാം ദൈവത്തോട് ചേർന്നാണോ നടക്കുന്നത്? When we leave our homes in the morning to go to work, to school, to college, or to the workplace, or to our hometown, or to the shop, are we taking Jesus with us? Can we see Jesus walking with us? നാം നമ്മുടെ ഭവനത്തിൽ നിന്ന് സ്കൂളിലോ കോളേജിലോ ജോലിക്കോ അല്ലെ നമ്മുടെ മറ്റു ഭവനത്തിലോ കടയിലോ പോകുമ്പോൾ നാം യേശുവിനോട് ചേർന്നാണോ നടക്കുന്നത്? Are we going to fight this battle without our leader with us? നമ്മുടെ നേതാവ് നമ്മോട് കൂടെ ഇല്ലാതെയാണോ നാം ഈ യുദ്ധം ചെയ്യുവാൻ പോകുന്നത്? Just think of that Jesus who died for us. നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. Think of that Jesus who shed his precious blood for us. അവന്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിനെ കുറിച്ച് ധ്യാനിക്കുക. His love is stronger than the grave. തന്റെ സ്നേഹം പാതാളത്തെക്കാൾ ശക്തിയുള്ളതാണ്. About his love it says many waters could not quench that love. അവന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നത് അനേക പെരുവെള്ളങ്ങൾക്ക് അതിനെ കെടുത്തുവാൻ കഴിയുകയില്ല എന്നാണ്. There were many reasons for him to go back from this world and go to heaven. ഈ ലോകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങി പോകുവാൻ അവൻ അനേക കാരണങ്ങൾ ഉണ്ടായിരുന്നു. Many waters came to quench that love. ആ സ്നേഹത്തെ കെടുത്തി കളയുവാൻ അനേക പെരുവെള്ളങ്ങൾ വന്നു. He kept walking. എന്നാൽ അവൻ മുമ്പോട്ട് തന്നെ നടന്നു. The fire of love kept burning for us. ആ സ്നേഹത്തിന്റെ അഗ്നി അവനിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. And he died on the cross and gave his life for us. അവൻ ക്രൂശിൽ മരിച്ചു അവന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി. But today look at the state of his bride. എന്നാൽ അവന്റെ മണവാട്ടിയുടെ അവസ്ഥ നോക്കുക. He loved, but he has no love in return. താൻ സ്നേഹിച്ചു എന്നാൽ അവന് തിരികെ സ്നേഹം ലഭിക്കുന്നില്ല. We go to him with our needs, but we don't go to him with love. നാം നമ്മുടെ ആവശ്യങ്ങളുമായി അവന്റെ അടുക്കൽ പോകുന്നു, എന്നാൽ സ്നേഹത്തോടെ അവന്റെ അടുക്കൽ പോകുന്നില്ല. How many of you will realize, yes, I am far away from God personally? ഞാൻ വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് എത്ര പേർ മനസ്സിലാക്കുന്നു? If you make that humble confession, put up your hands. നിങ്ങൾ ആ താഴ്മയുള്ള ഏറ്റുപറച്ചിൽ നടത്തുന്നെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് ഉയർത്താമോ? We are that valley of dry bones. അതെ, നാമാണ് ആ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര.
Yeah, we are making a confession today. അതെ, ഇന്ന് നാം ഒരു ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. Let's put down our hands. നമ്മുടെ കരങ്ങൾ താഴ്ത്തിയിടാം. God took Ezekiel to that valley. ദൈവം യെഹസ്കേലിനെ ആ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. Son of man, look at that valley. മനുഷ്യപുത്ര, താഴ്വരയിലേക്ക് നോക്കുക. He said, he looked and he said, the valley was full of very dry bones. താൻ നോക്കിയിട്ട് താഴ്വര മുഴുവൻ ഉണങ്ങിയ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. Then God asked him, Son of man, do you think they will live? ദൈവം അവനോട് ചോദിച്ചു, മനുഷ്യപുത്ര, അവ ജീവിക്കുമോ? He was so full of, he could not give an answer to that question. He said, Lord, you know, I can't answer this question. തനിക്ക് അതിനൊരു ഉത്തരം നൽകുവാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. താൻ പറഞ്ഞു, കർത്താവേ, നീ അറിയുന്നുവല്ലോ. It's such a hopeless situation. യാതൊരു പ്രത്യാശയും ഇല്ലാത്ത ഒരു സാഹചര്യം. But then God told Ezekiel, അപ്പോൾ ദൈവം യഹസ്കേലിനോട് പറഞ്ഞു, Ezekiel, you prophesy. യഹസ്കേലേ, നീ പ്രവചിക്കുക. You prophesy, you say the word, I will do the rest. നീ പ്രവചിക്കുക, നീ വാക്ക് പറയുക, ബാക്കി ഞാൻ ചെയ്തു കൊള്ളാം. And he prophesied. താൻ പ്രവചിച്ചു. Suddenly the bones came together. പെട്ടെന്ന് അസ്ഥികൾ ഒന്നോടൊന്ന് ചേർന്നു. And the skin and the flesh came upon it. അതിന്റെ മുകളിൽ മാംസം വന്നു. And sinews came upon it. അതിന്റെ മുകളിൽ ഞരമ്പുകൾ വന്നു. Covered with skin. അതിന് മുകളിൽ പുറത്ത് തൊലി വന്ന് പൊതിഞ്ഞു. Then he called out to the four winds of heaven and said, breathe upon these slain. അപ്പോൾ താൻ ആകാശത്തിന്റെ 4 കാറ്റിനോട് പറഞ്ഞു, ഈ മനുഷ്യരുടെ മേൽ വന്ന് ഊതുക. And then the breath came upon them. അപ്പോൾ അവർക്ക് ശ്വാസം വന്നു. And they rose up to their feet. അവർ അവരുടെ കാലിൽ നിവർന്നു നിന്നു. Those of us who lifted up our hands, ഇപ്പോൾ കരമുയർത്തിയവർ, shall we make a 1-minute prayer to Jesus? 1 മിനിറ്റ് നമുക്ക് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? Jesus, we want to come back to life. യേശുവേ, ഞങ്ങൾക്ക് ജീവനിലേക്ക് മടങ്ങി വരണം. Jesus, I want to come back to life. യേശുവേ, എനിക്ക് ജീവനിലേക്ക് മടങ്ങി വരണം. I want that heart that loves you once again. നിന്നെ സ്നേഹിക്കുന്ന ആ ഹൃദയം എനിക്ക് ഒരിക്കൽ കൂടി ആവശ്യമാണ്. I want to walk with you once again. എനിക്ക് ഒരിക്കൽ കൂടി നിന്നോട് ചേർന്ന് നടക്കണം. When I wake up, I want to wake up with you. ഞാൻ ഉണരുമ്പോൾ എനിക്ക് നിന്നോട് കൂടെ ഉണർന്നു വരണം. When I go to work, I want to go to work with you. ഞാൻ ജോലിക്ക് പോകുമ്പോൾ നിന്നോട് കൂടെ എനിക്ക് ജോലിക്ക് പോകണം. When I go to sleep, I want to sleep with you. ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് നിന്നോട് ചേർന്ന് ഉറങ്ങണം. Every moment of my life, I want to be with you, Jesus. എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും യേശുവേ, എനിക്ക് നിന്നോട് കൂടെ ആയിരിക്കണം. If there's anyone who has this desire, ഇവിടെ ഈ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 1 minute, let's lift up our voices and pray. ഒരു നിമിഷം നമ്മുടെ ശബ്ദമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. Those who want Jesus in their lives, lift up your voices and pray. ആർക്ക് യേശുവിനെ ആവശ്യമുണ്ടോ അവർ തങ്ങളുടെ ശബ്ദമുയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. Jesus, we want you, Lord. Appa, we want you, Savior. We want you in the center of our lives, oh God. Jesus, come into our lives, Savior. We need you. We want to love you, Lord. Holy Spirit, clean up our filthy hearts, oh God. Jesus, Jesus, Jesus. I want you, Lord. I want you, Jesus. I want you, Jesus. Jesus, we praise you. From the depth of our hearts, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് let's just look to Jesus and call out just the name Jesus again and again for some time. നമുക്ക് യേശുവിനെ മാത്രം നോക്കി യേശുവേ 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 എന്ന് മാത്രം നമുക്ക് വിളിക്കാം. Just from the depth of your heart, call out to Jesus. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശുവിനെ വിളിച്ചാട്ടെ. Only the name Jesus again and again and again. വീണ്ടും 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 യേശു എന്നുള്ള അതേ ഒരേ ഒരു നാമം മാത്രം. Because we need Jesus. എന്തുകൊണ്ടെന്നാൽ നമുക്ക് യേശുവിനെ ആവശ്യമായിരിക്കുന്നു. Call out to Jesus. യേശുവിനെ നോക്കി വിളിക്കുക. Jesus. Jesus. Jesus.
As we call out to the name of Jesus, നാം യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ the same Spirit of God that breathed upon the slain in the valley of dry bones ആ താഴ്വരയിൽ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിൽ ആ കൊല്ലപ്പെട്ടവരുടെ മേൽ വീശിയ അതേ ദൈവത്തിന്റെ ആത്മാവ് has begun to move in our midst. അത് നമ്മുടെ മധ്യേ പരിവർത്തിക്കുവാൻ തുടങ്ങി കഴിഞ്ഞു. I can feel the Spirit of God in this place. ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. Can you feel the Spirit of God in this place? നിങ്ങൾക്കും ആ ദൈവത്തിന്റെ ആത്മാവിനെ അനുഭവിക്കുവാൻ കഴിയുന്നു. Kerala was once a place of sacrificial people. Kerala was once a place of sacrificial people. കേരളം എന്നുള്ളത് ഒരിക്കൽ വളരെ ത്യാഗികളായ മനുഷ്യരുടെ സ്ഥലമായിരുന്നു. Many people came out as servants of God, and even nuns in the Roman Catholic Church, many were from Kerala. അനേക കർത്തൃ ശുശ്രൂഷകർ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. കത്തോലിക്ക സഭയിലും എത്രയോ കന്യാസ്ത്രീകൾ ഈ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവരുണ്ട്. But that spirit has gone away. എന്നാൽ ഇന്ന് ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. But the dry bones are going to come back to life. എന്നാൽ ഉണങ്ങിയ അസ്ഥികൾ ജീവനിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു. That fire is going to come back to Kerala. ആ അഗ്നി വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു. The Spirit of the Lord is going to breathe upon those who have been slain by the enemy. ശത്രുവിനാൽ കൊല്ലപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വീശുവാൻ പോകുന്നു. Many young people are going to come out to serve the God. അനേക യൗവനക്കാർ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വരുവാൻ പോകുന്നു.